യെസ് മക്കളെ, +1 കെമിസ്ട്രിയിലെ ഹൈഡ്രോ കാർബൺസ് എന്ന ഓർഗാനിക് കെമിസ്ട്രിയിലെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിൽ എന്താണ് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് വളരെ ചെറിയ രൂപത്തിൽ ഒന്ന് ബ്രീഫ് ചെയ്ത് നോക്കാം. അപ്പോൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. അതിലുള്ളവനാണ് ആരൊക്കെയാണ് മോനെ ഹൈഡ്രോ കാർബണിലുള്ളത്? ഒന്നാമത്തെ ആളാണ് ആൽക്കെയിൻസ്, സിംഗിൾ ബോണ്ടുള്ള ആളുകളാണ് ആൽക്കെയിൻ, അറിയാവുന്നവനാണ്. മറ്റൊന്നാണ് ആൽക്കീൻ, മറ്റൊന്നാണ് ആൽക്കൈൻ ആൻഡ് അരോമാറ്റിക് കോമ്പൗണ്ട്സ്. ഇത്രയും ആളുകളെ കുറിച്ചാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ NCERT-യിൽ ഈ പറയുന്ന ആളുകളെയൊക്കെ ഓർഡറിൽ പറഞ്ഞതിന് ഒരു താളമുണ്ട്. ഞാൻ ആ താളത്തിലല്ല നിങ്ങൾക്ക് ഹൈഡ്രോ കാർബൺസിനെ പരിചയപ്പെടുത്തുന്നത്. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ഓർഗാനിക് കെമിസ്ട്രി പഠിപ്പിച്ചിരിക്കുന്ന ഹൈഡ്രോ കാർബൺസ് പഠിപ്പിച്ചിരിക്കുന്ന NCERT-യുടെ ആ ഓർഡറിൽ ഞാനൊരു ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. വരുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം അവിടെ ലാഭം കിട്ടും. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞുതരാം. NCERT പഠിപ്പിക്കുന്നത് ആദ്യം ആൽക്കെയിനെയാണ്. ആ ആൽക്കെയിനിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി, ഇങ്ങനെ മൂന്നായിട്ട് സബ് ഹെഡിങ് ആയിട്ടാണ് ആൽക്കെയിനെ കാണുന്നത്. പിന്നെ ആൽക്കീൻ, അതിൽ 3 സബ് ഹെഡിങ്, പിന്നെ ആൽക്കൈൻ, അതിൽ 3 സബ് ഹെഡിങ്. ഇങ്ങനെയാണ് NCERT-യുടെ ഒരു പോക്ക്. ഞാൻ അതിലൊരു ചെറിയ വ്യത്യാസം വരുത്തുന്നുണ്ട്. നമ്മൾ ആൽക്കെയിൻ എന്ന ഹെഡിങ് അല്ല ആദ്യം പഠിപ്പിക്കുന്നത്. ആദ്യം പഠിപ്പിക്കുന്നത് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനാണ്. ആ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ ഓരോ സബ് ഹെഡിങ് ആയിട്ട് ഈ 4 പേര് വരും. ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, അരോമാറ്റിക് കോമ്പൗണ്ട്, മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. അങ്ങനെ ആകുമ്പോൾ എന്താ മെച്ചെന്ന് വെച്ചാൽ, ഒരേപോലെയുള്ള റിയാക്ഷൻസ് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ റിയാക്ഷൻസിനെ നിങ്ങൾ എങ്ങനെ പഠിച്ചാലും, NCERT-യുടെ ഓർഡറിൽ പഠിച്ചാലും ഞാൻ പഠിപ്പിക്കുന്ന ഓർഡറിൽ പഠിച്ചാലും നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി കിട്ടാൻ പോകുന്ന മാർക്ക് എന്ന് പറയുന്നതിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ മെത്തേഡ് പ്രകാരം ഹൈഡ്രോ കാർബൺസിനൊന്ന് അപ്രോച്ച് ചെയ്താൽ എത്രത്തോളം സിമ്പിളാണ് എന്നത് നമുക്ക് നോക്കിക്കാണാൻ പറ്റും. അപ്പോൾ ആൽക്കെയിൻ എന്ന ആൾക്കല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, എന്നിട്ട് ഇതിൻ്റെ 4 എണ്ണം, പിന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടി 4 കൂടി ഒരുമിച്ച്. അപ്പോൾ വളരെ പെട്ടെന്ന് പരിപാടി കഴിയും. കെമിക്കൽ പ്രോപ്പർട്ടി, അതിൽ ഈ 4 എണ്ണം. അങ്ങനെ ആകുമ്പോൾ ഒരുപോലെയുള്ള റിയാക്ഷൻസിനെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. മറ്റേതാകുമ്പോൾ എന്താ അറിയോ, ഒരു റിയാക്ഷൻ കഴിഞ്ഞ് അതുപോലെയുള്ള റിയാക്ഷൻ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് പിന്നീട് പറയുക. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ കണക്ഷൻ പോയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ രൂപത്തിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ജസ്റ്റ് നിങ്ങളെല്ലാവരും ഹൈഡ്രോ കാർബൺസ് എന്ന് ഹെഡിങ് എഴുതിയിട്ട് ഈ പറഞ്ഞ ആൾക്കാരെ ഒരു ബറക്കത്തിന് വെറുതെ ഒന്നിങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചേ. ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ ആൻഡ് അരോമാറ്റിക് കോമ്പൗണ്ട്. അതിലാദ്യത്തെ മെയിൻ ഹെഡിങ് ആണ്. റോമൻ നമ്പർ 1 ആയിട്ട് കൊടുത്തോളണം. അതല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ സെൻറ്ററിൽ തന്നെ വൃത്തിക്ക് കൊടുത്തോളണം. മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് വലിയ ഒരു ഹെഡിങ് എഴുതിക്കോ. ആ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനിൽ വരാനിരിക്കുന്ന സബ് ഹെഡിങ്ങുകളെ ഞാൻ ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമനാണ് ആരാ? പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ. 2 എഴുതിക്കേ മോനെ, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻ. 3 പറയടാ, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ. ശരിയല്ലടാ, ആൽക്കൈൻ. 4 പ്രിപ്പറേഷൻ ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട്. ഞാൻ അതിൽ ബെൻസീൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, അതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് എഴുതുകയാണ് പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ. ഈ 4 എണ്ണം പഠിക്കുന്നതോടുകൂടെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ തീരും. അതിലൊന്നാമനെ നമുക്ക് നോക്കിക്കാണാം. ഒന്ന് എഴുതിക്കോടാ, റോമൻ നമ്പർ 1, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ്. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ ഹെഡിങ് എഴുതിക്കോ, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ. പൊന്നുമോനെ, നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു താളം ഞാൻ പറഞ്ഞുതരാം. വരാനിരിക്കുന്ന ഹെഡിങ്ങുകളൊക്കെ ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതെന്തിനാന്ന് വെച്ചാൽ, പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എത്രത്തോളം വലുതാണ് അല്ലെങ്കിൽ എത്രത്തോളം ചെറുതാണ് എന്നതിനെക്കുറിച്ചൊരു ധാരണ കിട്ടാൻ. രണ്ടാമത്തെ ഉപകാരം, ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ ഈ പേജ് മറിച്ചിട്ട് നിനക്ക് കണ്ടെത്താൻ. 3 ഈ പണ്ടാരം തീരാറായില്ലേ, ഇനി എത്രത്തോളം തീരാനുണ്ട് എന്നെല്ലാം നിനക്ക് ആദ്യമേ മനസ്സിലൊന്ന് ഉൾക്കൊള്ളാൻ. ഈ 3 ഗുണങ്ങൾക്ക് വേണ്ടി ആദ്യം തന്നെ വരാനിരിക്കുന്ന ഹെഡിങ്ങുകൾ എല്ലാവരും നിർബന്ധമായിട്ടും വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ കാണുന്നത് അതൊക്കെ ഒന്ന് എഴുതി വെച്ച് ഞാൻ ഒന്ന് ജസ്റ്റ് വായിച്ച് കേൾപ്പിച്ചു തരാം. 1 ഫ്രം അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. എന്താ സാറേ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്? ഞാൻ പറഞ്ഞുതരും. 2 ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ആരാ സാറേ ആൽക്കൈൽ ഹാലൈഡ്? ഒക്കെ ഞാൻ പറഞ്ഞുതരും, വെറുതെ കേൾക്ക്. ആ ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ആൽക്കീൻ ഉണ്ടാക്കാൻ 2 വഴിയുണ്ട്. എ റിഡക്ഷൻ. ആരടാ? റിഡക്ഷൻ. ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ്. ബി വുഡ്സ് റിയാക്ഷൻ. പഠിച്ചല്ലോ. 3 ഫ്രം
കാർബോക്സിലിക് ആസിഡ്സ്. ആരടാ? കാർബോക്സിലിക് ആസിഡ്സ്. കാർബോക്സിലിക് ആസിഡിൽ നിന്ന് രണ്ട് വിധത്തിൽ ആൽക്കെയിൻ ഉണ്ടാക്കാം. ഫസ്റ്റ് വൺ ഡീകാർബോക്സിലേഷൻ, സെക്കൻഡ് വൺ കോൾബ്സ് ഇലക്ട്രോളിസിസ്. അപ്പൊ ഞാനിപ്പോൾ ഇത് വായിച്ച് കേൾപ്പിച്ചു തന്നത് എൻ്റെ എഴുത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് എഴുതിയെടുക്കുന്നതിടത്ത് പ്രയാസപ്പെടാതിരിക്കാനാണ്. വീഡിയോ പോസ് ചെയ്തിട്ട് ഈ കാണുന്ന ഹെഡിങ്ങുകൾ എല്ലാവരും ഒന്ന് ലിസ്റ്റ് ചെയ്തേ. ആ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യത്തെ ഹെഡിങ്ങിലേക്ക് പോകാം. ഫ്രം അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. എടാ, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിൽ നിന്ന് ആൽക്കെയിൻസ്, ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടുള്ള ആൾക്കാരാണല്ലോ, എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിക്കുന്നതിന് മുമ്പ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആരാണ് എന്നറിയലല്ലേ അതിൻ്റെ ഒരു ഭംഗി. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കാർബൺ കണ്ടെയ്നിങ് ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് അഥവാ മൾട്ടിപ്പിൾ ബോണ്ട്. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ളവനാണ് ആര്? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. അപ്പൊ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ളതിൽ നിന്ന് സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പഠിച്ചോളണേ മോനെ. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിൽ നിന്ന് ആൽക്കെയിൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റുകൾ പഠിച്ചോളണേ. നിക്കൽ ഓർ പലേഡിയം ഓർ പ്ലാറ്റിനം. നിക്കൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പലേഡിയം ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്ലാറ്റിനം എന്നാണ് കവി ഉദ്ദേശിച്ചത്. എഴുതി തരുന്നുണ്ട്, പ്ലാറ്റിനം ഉപയോഗിക്കാം. എന്താണ് ഈ മൂന്നാളുകളുടെ പ്രത്യേകത അറിയോ? ഇതിപ്പോ നിക്കലാണെന്ന് വിചാരിക്കുക. ഈ നിക്കലിൻ്റെ ഒക്കെ സർഫസിൽ, പ്ലാറ്റിനത്തിൻ്റെയും പലേഡിയത്തിൻ്റെ ഒക്കെ സർഫസിൽ നമ്മൾ കാണാത്ത ഹ്യൂജ് എമൗണ്ട് ഹൈഡ്രജൻ ഇങ്ങനെ അഡ്സോർബ് ചെയ്ത് കിടപ്പുണ്ട്. ഇതിൻ്റെ സർഫസിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ എനിക്കൊരു കെമിക്കൽ റിയാക്ഷനിൽ ഹൈഡ്രജൻ്റെ ആവശ്യം വന്നാൽ സാധാരണ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ ചെയ്യാറുള്ള ഒരു പണി ഇതാണ്, ഒരു ചെറിയ കഷ്ണം നിക്കൽ പൊട്ടിച്ചങ്ങിട്ടിടും. അപ്പം നിക്കലാണ് ഞാൻ ഇട്ടതെങ്കിലും ആരെയാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്? ഹൈഡ്രജനെയാണ്. അപ്പോൾ ഹൈഡ്രജനെ ആഡ് ചെയ്യാനാണ് ഒന്നിരിക്കൽ നിക്കൽ അല്ലെങ്കിൽ പലേഡിയം അല്ലെങ്കിൽ പ്ലാറ്റിനം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ അഡീഷൻ ആണല്ലോ മോനെ. അതുകൊണ്ട് ഈ റിയാക്ഷനെ നമ്മൾ ഹൈഡ്രോജിനേഷൻ എന്നാണ് പേര് വിളിക്കുക. മറക്കരുതേ, ഹൈഡ്രോജിനേഷൻ എന്ന് പേര് വിളിക്കും. എടാ, ഒരു കാറ്റലിസ്റ്റ് ആയിട്ടാണല്ലോ നിക്കൽ പലേഡിയം പ്ലാറ്റിനം ഒക്കെ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് ഹൈഡ്രോജിനേഷൻ നടത്തുകയായതുകൊണ്ട് സ്പെസിഫിക്കലി ഈ റിയാക്ഷനെ നമ്മൾ കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ എന്നാണ് പേര് വിളിക്കുക. കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ. മരിച്ചാലും മറക്കരുതേ മോനെ, എഴുതിയെടുക്കൂ. കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ. ദിസ് റിയാക്ഷൻ ഇസ് നോൺ ആസ് കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ. വേണ്ടത്ര ഹൈഡ്രജനെ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ. പൊന്നു മോനെ, എക്സാമ്പിൾസിലേക്ക് കിടക്കാം. നിങ്ങൾ നോക്കിക്കോ. CH2 സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് CH2 പ്ലസ് ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ആഡ് ചെയ്യുന്നത്. ഹൈഡ്രജൻ ആഡ് ചെയ്യാൻ നമുക്ക് ഹൈഡ്രജന്റെ സോഴ്സ് എന്താ? നിക്കലോ പലേഡിയമോ പ്ലാറ്റിനമോ ഉപയോഗിച്ചാൽ മതി. ഇഷ്ടമുള്ള ആളെ എഴുത്. ഇഷ്ടം നിക്കൽ ആയിക്കോട്ടെ, നിക്കൽ എഴുതി. അപ്പൊ നിക്കലിന്റെ സർഫസിൽ ഹ്യൂജ് എമൗണ്ട് ഹൈഡ്രജൻ ഉണ്ട്. ആ ഹൈഡ്രജൻ ഇതിലേക്ക് ആഡ് ചെയ്യും. പൊന്നുമോനെ, എത്ര ഹൈഡ്രജൻ ആഡ് ചെയ്യും എന്ന് കേൾക്കണോ നിനക്ക്? കേട്ടോട്ടാ. ഡബിൾ ബോണ്ട് പൊട്ടും. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അതും പൊട്ടും. പൊട്ടിയിട്ട് സിംഗിൾ ബോണ്ടായിട്ട് മാറും. ഈ ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആവുക. അപ്പൊ കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ എന്നല്ലേ വരിക. ആവശ്യത്തിന് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഇഷ്ടം പോലെ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ കാർബണിന്റെ നോർമൽ വാലൻസി 4 അതിലൊന്ന് കംപ്ലീറ്റ് ആയി, ബാക്കി 3 ഉണ്ടാകും. അപ്പൊ ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെയും 3 ഹൈഡ്രജൻ. കളി മനസ്സിലായോ? നിങ്ങളൊന്ന് നോക്കിയേടാ, ഈ കോമ്പൗണ്ടിലേക്ക് നോക്കിക്കേ. ഈ കോമ്പൗണ്ടിൽ ഇവിടെ 2, ഇവിടെ 2, ടോട്ടൽ 4 ഹൈഡ്രജനല്ലേ ഉണ്ടായിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ 3 3 6 ഹൈഡ്രജൻ ആയില്ലേ. 6 ഹൈഡ്രജൻ ആകുമ്പോൾ എത്ര ഹൈഡ്രജന്റെ ഡിഫറൻസ് വന്നു? 2 ഹൈഡ്രജൻ. അതുകൊണ്ട് ഞാൻ ഇവിടെ 1 എന്ന് നമ്മൾ സയന്റിസ്റ്റുകൾ ഇടാറില്ലല്ലോ. അപ്പൊ ഞാൻ H2 എന്ന് എഴുതിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? 2 ഹൈഡ്രജന്റെ ഡിഫറൻസ് ആയതുകൊണ്ട് H2 എന്ന് എഴുതിയിട്ടുണ്ട്. കേട്ടോളണേ മോനെ. CH3 സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് H2. ഹൈഡ്രജൻ ആഡ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ചത് പലേഡിയം ആണെന്ന് മനസ്സിൽ വിചാരിക്കുക. പലേഡിയം. നിക്കലാണെങ്കിലും പലേഡിയം ആണെങ്കിലും പ്ലാറ്റിനം ആണെങ്കിലും ഒരേ റിയാക്ഷൻ. ആവശ്യത്തിന് ഇഷ്ടം പോലെ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്താ ഞാൻ പറഞ്ഞേ? ഡബിൾ ബോണ്ട് ആണെങ്കിലും ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലും പൊട്ടി പണ്ടാറടങ്ങി സിംഗിൾ ബോണ്ടായി മാറും. എടാ, ഈ CH3 കഥ വല്ലതും അറിഞ്ഞിട്ടുണ്ടോ? അയാൾ ഓൾറെഡി സിംഗിൾ ബോണ്ട് ആണല്ലോ, അത് CH3 ആയിട്ട് തന്നെ കിടക്കട്ടെ. സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് CH എന്ന അത് C സിംഗിൾ ബോണ്ട് C എന്നായിട്ട് മാറും. എന്നിട്ട് ആവശ്യത്തിന് ഹൈഡ്രജൻ അങ്ങോട്ട് കൊടുക്ക്. ഇവിടെ എത്ര ഹൈഡ്രജൻ വേണ്ടി വരും? 2 ഹൈഡ്രജൻ. ഇവിടെ 3 ഹൈഡ്രജൻ. അപ്പോഴല്ലേടാ കാർബണിന്റെ വാലൻസി കംപ്ലീറ്റ് ആവുക.
നിങ്ങൾ നോക്കിക്കേ, ഈ കോമ്പൗണ്ടിൽ മൊത്തം എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ 3, ഇവിടെ 1, ടോട്ടൽ 4 ഹൈഡ്രജനാണ് ഉണ്ടായിരുന്നത്. റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ ടോട്ടൽ എത്ര ഹൈഡ്രജനായി? ഇവിടെ 3, ഇവിടെ 2, 5 3 8 ഹൈഡ്രജനായി. അപ്പം എത്രയാ ഡിഫറൻസ്? റിയാക്ഷൻ നടക്കുന്ന സമയത്ത് 4 ഹൈഡ്രജൻ എക്സ്ട്രാ വന്നു. അത് ബാലൻസ് ചെയ്യാൻ ഞാൻ ഇവിടെ എന്തിട്ട് കൊടുത്താൽ മതിയടാ? 4 എണ്ണം ആയതുകൊണ്ട് ഇവിടെ 2H2 എന്ന് ഞാൻ എഴുതി കൊടുത്താൽ പ്രശ്നം തീർന്നു. കളി മനസ്സിലായോ? അപ്പം 4 എണ്ണമൊക്കെ കൊടുക്കാൻ പലേഡിയത്തിൻ്റെ അടുത്തുണ്ടോ സാറേ? എടാ അതല്ലേ ഞാൻ പറഞ്ഞു, പലേഡിയം, നിക്കൽ, പ്ലാറ്റിനം ഒക്കെ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കാറ്റലിസ്റ്റുകളാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നുമല്ല. ആവശ്യത്തിന് ഹൈഡ്രജൻ കൊടുക്കാം. ഇഷ്ടം പോലെ ഹൈഡ്രജൻ അവരുടെ കയ്യിലുണ്ട്. ഇനി അത്ര ഹൈഡ്രജൻ അവരുടെ കയ്യിലുണ്ടോ എന്ന് ആലോചിച്ച് നമ്മൾ ടെൻഷൻ ആവേണ്ടതില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് അഥവാ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടിൽ നിന്ന് എങ്ങനെ സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ഉണ്ടാക്കാം? ബൈ catalytic hydrogenation by using or nickel or palladium or platinum. ഇതിലല്ലേ മോനെ? അടുത്തത് ഫ്രം ആർ എക്സ്. ആരാ ആർ എക്സ്? നമ്മളെ ഈ ലിസ്റ്റിൽ ആൽക്കൈൽ ഹലൈഡ് എന്ന് കാണുന്നില്ലടാ. ആ ആൽക്കൈൽ ഹാലൈഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് ആർ എക്സ്. ആർ എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ്, എക്സ് എന്ന് പറഞ്ഞാൽ ഹാലോജൻ. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പുകൾ എന്താണെന്നൊക്കെ ബേസിക് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് വേണ്ട ആൽക്കൈനുകൾ ഉണ്ടാക്കുന്നത്? അതിൽ നിങ്ങൾ മുമ്പ് ഹെഡിങ് എഴുതി വെച്ചിട്ടുണ്ട്. 2 രൂപത്തിൽ ഉണ്ടാക്കാം. എ റിഡക്ഷൻ, ബി വുഡ്സ് റിയാക്ഷൻ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം പഠിക്കുന്നത് റിഡക്ഷൻ ആണ്. എഴുതിക്കോ മോനെ, എ റിഡക്ഷൻ. റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് എഴുതിക്കോ മോനെ, സിങ്ക് ബാർ HCl, Zn ബാർ HCl. സിമ്പിളാ, സിങ്ക് ബാർ HCl. ഭയങ്കര സിമ്പിൾ റിയാക്ഷൻ ആണ്. എല്ലാവരും ബോർഡിൽ ശ്രദ്ധിച്ചോളണേ. എൻ്റെ കയ്യിൽ ഒരു RX ഉണ്ടെന്ന് വിചാരിക്കുക. RX എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡ് ആണല്ലോ. അതിലേക്ക് ഞാൻ സിങ്ക് ബാർ HCl ഉപയോഗിച്ചാൽ, സിങ്കും HCl ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും അറിയാം മോനെ? ഈ എക്സ് ഇല്ലടാ, എക്സ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. എക്സ് പോകും, പകരം അവിടെ ഒരു H അങ്ങോട്ട് കയറിയിരിക്കും. ഒരു എക്സ് അങ്ങോട്ട് പോയിട്ട് പകരം H അങ്ങോട്ട് കയറിയിരിക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റിയാക്ഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊരു പെട്ടിയിലാക്കി അടക്കം ചെയ്ത് എടുത്തു വെച്ച് ആൽക്കൈൽ ഹാലൈഡിലേക്ക് സിങ്ക് ബാർ HCl ഉപയോഗിച്ചാൽ എന്ത് കിട്ടും പറ? RH കിട്ടും. RH. അതിന് എക്സാമ്പിൾ ആണടാ മോനെ ഞാൻ കാണിച്ചു തരുന്നത്. ശ്രദ്ധിച്ചു കണ്ടോളണേ. CH3 സിംഗിൾ ബോണ്ട് Cl, ആരോ മാർക്കിന് മുകളിൽ സിങ്ക് ബാർ HCl. പൊന്നു മോനെ, ആരാണടാ ഇതിലെ എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ ഹാലോജൻ ആണ്. ഇതിൽ ആരാ ഹാലജൻ? ഈ ക്ലോറിൻ അല്ലടാ ഹാലജൻ. ആ ക്ലോറിൻ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് പകരം H ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ H കയറി വന്നാൽ CH3H എന്നല്ലേ ഉണ്ടാവുക? അതിനല്ലേ നമ്മൾ ഒറ്റയടിക്ക് CH4 എന്ന് നമുക്ക് പേര് പറഞ്ഞൂടെ? CH4 എന്ന് നമുക്ക് പേര് പറയാം. ക്ലോറിൻ അങ്ങോട്ട് പോയിട്ട് പകരം ഹൈഡ്രജൻ വരും. അപ്പോൾ CH4 കിട്ടും. എങ്കിൽ ഞാനിതാ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയ വർക്ക് തരുന്നു. CH3 സിംഗിൾ ബോണ്ട് CH2Cl. ഈ പറയുന്ന കോമ്പൗണ്ടിലേക്ക് ഞാൻ സിങ്ക് ബാർ HCl ഉപയോഗിച്ചാൽ എല്ലാവരും ഇതിൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ പ്രൊഡക്റ്റിൻ്റെ IUPAC നെയിമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഇവൻ്റെ പേര് മിഥെയിൻ എന്നാണ്. മിഥെയിൻ. ഇവൻ്റെ പേര് എന്താണ് എന്നത്, ഉണ്ടായ പ്രൊഡക്റ്റിൻ്റെ പേരെന്താണെന്ന് ദയവ് ചെയ്ത് ഈ ക്ലാസ് നിങ്ങൾ യൂസ്ഫുൾ ആയിട്ട് കൊണ്ട് നടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾ അൾട്ടിമേറ്റ്ലി വെറുതെ ഒരു കാഴ്ചക്കാരനായിട്ടല്ലാതെ പരീക്ഷയ്ക്കുള്ള ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ പോസ് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തിനാണെന്ന് ഞാൻ പലതവണ പല ക്ലാസ്സുകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ക്യാമറ നോക്കിയാണ് ഇപ്പോൾ ഈ സംസാരിക്കണത്. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാറുമുണ്ട്. അപ്പോൾ അതിൽ ഒരു റെസ്പോൺസ്, നിങ്ങളതിൻ്റെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ. നിങ്ങൾ ഏതോ മുക്കിലിരുന്നല്ലേ വീഡിയോ കാണണേ. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങളെല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്യുന്നത് സന്തോഷമായിരിക്കും. ഞാനത് ചെക്ക് ചെയ്യും. ഓക്കെ, അടുത്തത് നോക്കാം നമുക്ക്. വുഡ്സ് റിയാക്ഷൻ ആണടാ, വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ വുഡ്സ് റിയാക്ഷൻ എല്ലാ സ്കൂളുകളിലും അല്ലെങ്കിൽ ട്യൂഷൻ സെൻ്ററുകളിലും എല്ലാ വീഡിയോകളിലും എല്ലാം പഠിപ്പിക്കുന്നതിന് മുമ്പ് അധ്യാപകർ നിർബന്ധമായും പറയുന്ന ഡയലോഗ് ഉണ്ട്, വുഡ്സ് റിയാക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് എന്ന്. അധ്യാപകരെല്ലാവരും അങ്ങനെ പറയാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ അത് മാറ്റുന്നില്ല. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അധ്യാപകർ വെറുതെ പറഞ്ഞോന്നല്ല കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വുഡ്സ് റിയാക്ഷൻ്റെ റിയേജൻ്റ് ആരാടാ? മരിക്കലാണോ ഇത് മറക്കലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും മറക്കലല്ല, മരിക്കലാണ് നല്ലത്.
അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് വുഡ്സ് റിയാക്ഷൻ്റെ റിയേജൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ രാവിലെ കുളിച്ചു മാറ്റി ഇറങ്ങുമ്പോൾ വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് ആദ്യം ഇത് ഓർക്കുക, വുഡ്സ് റിയാക്ഷൻ്റെ റിയേജൻ്റ് എന്താന്ന് ഓർമ്മയില്ലേ? എന്നാൽ പരീക്ഷയ്ക്ക് പോകണ്ട, തിരിച്ചു വന്ന് ബാഗൊക്കെ അവിടെ വെച്ച് മലന്ന് കിടക്കുക. വുഡ്സ് റിയാക്ഷൻ്റെ റിയേജൻ്റ് ഇല്ലാതെ പരീക്ഷാ ഹാളിലേക്ക് കയറണ്ട. എന്താടാ വുഡ്സ് റിയാക്ഷൻ്റെ റിയേജൻ്റ് പറ? സോഡിയം ബാർ ഡ്രൈ ഈതർ. സോഡിയം ബാർ ഡ്രൈ ഈതർ. എന്താ സാറേ ഡ്രൈ എന്ന് എടുത്തു പറയാൻ? ഡ്രൈ അല്ലാത്ത ഈതർ എടുത്താൽ നീ വിവരം അറിയും. അക്വസ് ഈതർ എടുത്താൽ വിവരം അറിയും. എന്താ അറിയോ? കൂടെ ഉള്ളത് സോഡിയമാണ്. സോഡിയത്തിനോട് ഡ്രൈ അല്ലാത്തത് എന്ന് പറഞ്ഞാൽ വെള്ളമുള്ളത് എന്നാണ് കേട്ടോ. വെള്ളം വന്നാൽ, കോണ്ടാക്റ്റിൽ വന്നാൽ അവിടെ കത്തും. സോഡിയവുമായിട്ട് കോണ്ടാക്റ്റ് വന്നാൽ അവിടെ റിയാക്ഷൻ നടക്കും. ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള റിയാക്ഷനാണ്, അപകടം സൃഷ്ടിക്കും. സോഡിയം ബാർ ഡ്രൈ ഈതർ ഓർത്ത് വെച്ചോളണേ. എന്താ റിയാക്ഷൻ? ഇതാ കണ്ടോട്ടോ. എടാ 2 ആൽക്കൈൽ ഹാലൈഡ്, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മറക്കരുതേ. ആരോ മാർക്കിന് മുകളിൽ സോഡിയം ബാർ ഈതർ എന്ന് കണ്ടാൽ, എന്നിട്ട് പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ, ഇങ്ങനെ പരീക്ഷയ്ക്ക് നീ കണ്ടാൽ, നീ ചെയ്യേണ്ട പണി ഇതാണ്. ആൻസർ എന്ന് പറഞ്ഞ് നീ ചെയ്യേണ്ടത് 2 ആൽക്കൈൽ ഹാലൈഡ് അല്ലതാ, 1 ആൽക്കൈൽ ഹാലൈഡിനെ ഇങ്ങനെ എഴുതുക. പഠിച്ചോ? രണ്ടാമത്തെ ആൽക്കൈൽ ഹാലൈഡിനെ ഇങ്ങനെ എഴുതുക, RX. കാണുന്നുണ്ടോ മോനെ? 2 ആൽക്കൈൽ ഹാലൈഡിനെ ഒന്നിനെങ്ങനെ തിരിച്ചു മറിച്ചു എഴുതുക. എന്നിട്ട് ഇവിടുന്ന് എക്സ് പോട്ടെ, ഇവിടുന്ന് എക്സ് പോട്ടെ. അവർ എക്സും X2 ആയിട്ടൊന്നും അല്ല കേട്ടോ പോണേ, NaX ആയിട്ടാണ് പോണേ. അതിനാണ് Na നമ്മൾ അവിടെ റിയേജൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. എനിവേ എക്സ് പോട്ടെ. ബാക്കി ആ പെട്ടിയിലുള്ള ആൾക്കാരെ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ നീട്ടിപ്പരത്തിയാണ് പറഞ്ഞേ R. കണ്ടോ? ദിസ് ഈസ് പ്രൊഡക്റ്റ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയാണടാ ക്വസ്റ്റ്യൻ ചോദിക്കുക. 2 മോളിക്യൂൾ CH3CH2Cl, ആരോ മാർക്കിന് മുകളിൽ സോഡിയം ബാർ ഈതർ. സോഡിയം ബാർ ഈതർ, സോഡിയം ബാർ ഡ്രൈ ഈതർന്നോ സോഡിയം ബാർ ഈതർന്നോ കണ്ടാൽ വുഡ്സ് റിയാക്ഷൻ ആണ്. ക്വസ്റ്റ്യൻ മാർക്ക്, ആരോ മാർക്കിന് കഴിഞ്ഞു, ക്വസ്റ്റ്യൻ മാർക്ക്. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ, ഒരു മോളിക്യൂളിനെ നേരെ എഴുതുക. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH2Cl പ്ലസ് രണ്ടാമത്തെ മോളിക്യൂൾ, അതേ മോളിക്യൂളിനെ തിരിച്ചിങ്ങോട്ട് എഴുതുക. അപ്പോൾ എങ്ങനെ ഉണ്ടാകും പറഞ്ഞേടാ? CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് Cl. ഇനി എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞേ, ഇവിടെ നിന്നൊരു ക്ലോറിൻ പോട്ടെ, ഭണ്ഡാരം, ഈ ക്ലോറിൻ പോട്ടെ, ഈ ക്ലോറിനും പോട്ടെ. കാണുന്ന ആളുകളെ നീട്ടിപ്പരത്തി ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ആരായിരിക്കും പറഞ്ഞേ? CH3 CH2 CH2 CH3. ശരിയല്ലേ? ആ ബോക്സിലുള്ള ആൾക്കാരെ ഇങ്ങോട്ട് പോട്ടേടാ. അപ്പോൾ ബാക്കി CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3 എന്ന് ആൻസർ കിട്ടും. ആൻഡ് ദി നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് ബ്യൂട്ടൈൻ. ഓർമ്മ ഉണ്ടാവുമല്ലോ, നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് ബ്യൂട്ടൈൻ. കളി മനസ്സിലായിട്ടുണ്ടോ മക്കളെ? അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഞാനിതാ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട പണി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ ഇത്രയും ഭാഗം ഞാൻ വായിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന പണി നിങ്ങൾ ചെയ്യണേ. ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് ഞാൻ വീഡിയോ പോസ് ചെയ്യാൻ പറയുമ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് എല്ലാവരും അതിൻ്റെ ആൻസർ ഒന്ന് കാണും. കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ ശരിയായ ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. 2 മോളിക്യൂൾ CH3 സിംഗിൾ ബോണ്ട് CH, താഴെ CH3, നേരെ Cl, ആരോ മാർക്കിന് മുകളിൽ സോഡിയം ബാർ ഡ്രൈ ഈതർ ഉണ്ടെന്ന് വിചാരിക്കുക. പ്രൊഡക്റ്റ് എന്താണ് എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. പ്രൊഡക്റ്റ് എഴുതിയിട്ട് നിങ്ങൾ അതിൻ്റെ IUPAC നെയിം ഇടണം. ഇതാണ് എൻ്റെ ടാസ്ക്. വീഡിയോ പോസ് ചെയ്യുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇല്ലാത്തവർ വീഡിയോ പോസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടേ ഇനി വീഡിയോ കാണാൻ പാടുള്ളൂ. കാണണേ മോനെ. ഇതിൻ്റെ പേര് എങ്ങനെയായിരിക്കും എന്ന് ശ്രദ്ധിച്ച് കാണിച്ചോ. ശ്രദ്ധിച്ച് നോക്കിക്കോ. ഈ സാധനം 2 തവണ എഴുതണം. CH3 സിംഗിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH3, സിംഗിൾ ബോണ്ട് Cl. ഇതേ സാധനം ഒന്നുകൂടെ തിരിച്ചെഴുതണം എന്നല്ലടാ ഞാൻ പറഞ്ഞേ. അപ്പോൾ ഇതേ കോമ്പൗണ്ടിൽ ഒന്നുകൂടെ തിരിച്ചെഴുതിയാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് മിറർ ഇമേജ് പോലെ എഴുതി പോയാൽ മതി. ക്ലോറിൻ CH, പിന്നെ ഇവിടെ CH3, ഇവിടെ താഴേക്കൊരു CH3. ശരിയല്ലേടാ? ഈ ക്ലോറിനും അങ്ങോട്ട് പോയാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താടാ പറ? CH3 സിംഗിൾ ബോണ്ട് CH, താഴെ CH3, നേരെ CH, വീണ്ടും നേരെ CH3, താഴെ CH3. ദിസ് ഈസ് പ്രൊഡക്റ്റ്. ആൻഡ് നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് 2,3-ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. ശരിയാണോ മോനെ? 2,3-ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. ഈ പറഞ്ഞ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേ കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര പേർക്ക് കിട്ടി എന്നുള്ളത്. അടുത്ത നോക്കിക്കോ. ഫ്രം കാർബോക്സിലിക് ആസിഡ്, നമ്മുടെ ലിസ്റ്റ് പ്രകാരം 3-ാമൻ കാർബോക്സിലിക് ആസിഡാണ്. അപ്പോൾ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ജനറലി ഞങ്ങൾ സയന്റിസ്റ്റുകൾ കാർബോക്സിലിക് ആസിഡിനെ RCOOH എന്നാണല്ലോ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. RCOOH എന്ന കാർബോക്സിലിക് ആസിഡിൽ നിന്ന് എങ്ങനെ നമുക്ക് എന്തുണ്ടാക്കാം? ആൽക്കൈൻ ഉണ്ടാക്കാം.
അതിലെ ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട റിയാക്ഷനാണ് ഡീകാർബോക്സിലേഷൻ. എഴുതിക്കാൻ മോനെ, എ ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ റിയേജന്റിനെ മനസ്സിൽ നിന്ന് മായാൻ പാടില്ല. ഡീകാർബോക്സിലേഷനും അതിന്റെ റിയേജന്റും മനസ്സിൽ നിന്ന് മരിക്കരുതേ. ആരാണ് ഡീകാർബോക്സിലേഷന്റെ റിയേജന്റ് എന്ന് അറിയോ മോനെ? സോഡാ ലൈം ആണ്. ആഹാ, ആരടാ പറ? സോഡാ ലൈം. അപ്പൊ ഒരു ചോദ്യം, സാറേ സോഡാ ലൈം എന്ന് പറഞ്ഞ ആരാ? പൊന്നുമോനെ ശ്രദ്ധിച്ചോ, സോഡ എന്ന് പറഞ്ഞാൽ എനിത്തിങ് റിലേറ്റഡ് വിത്ത് സോഡിയം. അപ്പൊ ആരാണെന്ന് അറിയോ? സോഡാ ലൈമിൽ ഒന്നാമൻ NaOH ആണ്, സോഡിയം ഉണ്ടല്ലോ അതിൽ. ലൈം ഈസ് എനിത്തിങ് റിലേറ്റഡ് വിത്ത് കാൽഷ്യം, കാൽഷ്യത്തിന്റെ ഓക്സൈഡ് CaO. അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡും കാൽഷ്യം ഓക്സൈഡും മിക്സ് ചെയ്താൽ ഉള്ള പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ആ മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണെന്ന് പറ? സോഡാ ലൈം. പഠിച്ചോ? സോഡാ ലൈം ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? കേട്ടോളണേ. ഒരു കാർബോക്സിലിക് ആസിഡിലേക്ക് ഞാൻ സോഡാ ലൈം ഉപയോഗിക്കുകയാണ്. സോഡാ ലൈം എന്താ സംഭവിക്കാൻ നോക്കണേ മോനെ? സോഡാ ലൈം ഉപയോഗിച്ചാൽ ഞാൻ ഇനി അണ്ടർലൈൻ ചെയ്യുന്ന അത്രയും ഭാഗം അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകും. ഞാൻ അണ്ടർലൈൻ ചെയ്യുന്ന അത്രയും ഭാഗം ആരാണെന്ന് നോക്കിക്കോട്ടോ, ഈ സിയും 2 ഓക്സിജനും. എടാ, ഈ സിയും 2 ഓക്സിജനും എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? ഒരു കാർബണും 2 ഓക്സിജനും. ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ അങ്ങോട്ട് മറച്ചു പിടിച്ചാൽ മതി. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ എങ്ങനെയാണ് മറച്ചു പിടിച്ചാൽ? കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതങ്ങോട്ട് മറച്ചു പിടിച്ചാൽ ലെഫ്റ്റിലോ റൈറ്റിലോ ഉള്ള ആൾക്കാരെ പറ. ലെഫ്റ്റിൽ ഒരു R ഉണ്ട്, റൈറ്റിൽ ഒരു H ഉണ്ട്. ആ കാർബൺ ഡൈ ഓക്സൈഡ് പോട്ട് പുല്ല്, അത് പോട്ടെ. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രൂപ്പിന്റെ പോക്ക് കാരണമാണടാ ഈ റിയാക്ഷനെ ഡീകാർബോക്സിലേഷൻ എന്ന് പേരും പറഞ്ഞേ. അപ്പൊ നോക്കിയേ, RCOOHലെ COO പോയാൽ എന്ത് കിട്ടും പറ? RH കിട്ടും. RH കിട്ടും. കളി മനസ്സിലായോ? എക്സാമ്പിൾ നോക്കിക്കോട്ടെ മോനെ. എടാ, കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണ് ഇയാൾ പോകുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, Na2CO3 ആയിട്ടാണ് ഇയാൾ പുറത്തേക്ക് പോകുന്നത്. പിന്നെ എന്താ സാർ ഒരു കാർബൺ ഡൈ ഓക്സൈഡ്? അത് നിനക്ക് ആൻസർ കാണാനുള്ള ഒരു എളുപ്പവഴിയായിട്ട് പറഞ്ഞു തന്നതാ. ഒരു ആൻസർ കാണാൻ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ അങ്ങോട്ട് മറച്ചു പിടിച്ചാൽ മതി എന്നൊരു എളുപ്പവഴിയായിട്ട് പറഞ്ഞു തന്നതാ. പൊന്നുമോനെ, CH3 സിംഗിൾ ബോണ്ട് COOH, ആരോ മാർക്കിന് മുകളിൽ കണ്ടുമല്ല നിര NaOHും കാൽഷ്യം ഓക്സൈഡും. പറഞ്ഞേടാ, NaOH കാൽഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അത് സോഡാ ലൈം തന്നെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സോഡാ ലൈം വന്നാൽ കാർബണും ഓക്സിജനും അങ്ങോട്ട് മറച്ചു പിടിച്ചാൽ മതി. ആ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ട് പോട്ടെ. ബാക്കി എന്തുണ്ട്? CH3യും Hഉം ഉണ്ട്. CH3യും Hഉം വന്നാൽ CH3H എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, CH4 എന്ന ആൻസർ കിട്ടും. കളി മനസ്സിലായോടാ? ഇതാ സിംഗിൾ ബോണ്ട് CH3, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് COOHലേക്ക് ഞാൻ NaOH എടുക്കുന്നു, കാൽഷ്യം ഓക്സൈഡ് എടുക്കുന്നു. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ആൻസർ ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ആൻസറിലേക്ക് വരുന്നുണ്ടെങ്കിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം പൊന്നുമോനെ. ദാ NaOH കാൽഷ്യം ഓക്സൈഡിന്റെ പണി അവര് സോഡാ ലൈമാണ്. അതിന്റെ പണി ഡീകാർബോക്സിലേഷൻ ആണ്. മരിച്ചാലും മറക്കരുത്, ഡീകാർബോക്സിലേഷൻ ആൻഡ് സോഡാ ലൈം വൺ ആൻഡ് ഓൺലി വൺ റിലേഷൻ. സോഡാ ലൈമിന് പറ്റുന്ന പണി എന്ത്? ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷൻ ചെയ്യാൻ പറ്റുന്ന റിയേജന്റ് ആര്? സോഡാ ലൈം. ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും പലവട്ടം പറഞ്ഞു പഠിച്ചോളണം. മസ്റ്റ് നോ, നിർബന്ധമായിട്ടും അറിഞ്ഞോളണം. ഈ COO എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവിടെ നിന്ന് അങ്ങോട്ട് എസ്കേപ്പ് ആകും. ബാക്കി നീ എന്ത് കാണുന്നുണ്ട്? CH3 അങ്ങനെ തന്നെ നിൽക്കും, ശരിയല്ലേടാ? ഇപ്പുറത്തൊരു CH2ഉം Hഉം ഉണ്ട്. അതിനെല്ലേടാ നമ്മൾ CH3 എന്ന് പേര് വിളിക്കുക? ഇഥെയിൻ എന്ന ആളെ കിട്ടും. ഓർത്തോളണേ മോനെ, ആരെ കിട്ടും? ഇഥെയിൻ. സിമ്പിളാ, ഡീകാർബോക്സിലേഷൻ പരിപാടി തീരുന്നു. അടുത്തത് നോക്കിക്കോ, കോൾബ്സ് ഇലക്ട്രോളിസിസ്. കോൾബ്സ് ഇലക്ട്രോളിസിസ് എന്ന് ഹെഡിങ് എഴുതിയിട്ട് നിങ്ങൾ നിർബന്ധമായും ഞാൻ പറയുന്ന ഒരു ഡയലോഗ് എഴുതിക്കോളണേ പൊന്നുമോനെ. എഴുതിക്കേടാ, കോൾബ്സ് ഇലക്ട്രോളിസിന്റെ ഒരു ഡയലോഗ് എഴുതിക്കേ. വെൻ പൊട്ടാസ്യം ഓർ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. എഴുതിക്കോ. വെൻ പൊട്ടാസ്യം or sodium salt of carboxylic acid, when potassium or sodium salt of carboxylic acid are electrolyzed, എന്നിട്ടൊരു കോമ ഇട്ടിട്ട് എഴുതൂ. Alkanes having even number of carbon atoms. Alkane method of preparation ആണല്ലോ ചർച്ച. Alkanes having even number of carbon atoms are produced at anode. മറക്കരുതേ, produced at anode.
പഠിച്ചോ? പ്രൊഡ്യൂസ്ഡ് അറ്റ് ആനോഡ്. ദ റിയാക്ഷൻ സിമ്പിളാ. RCOONA ആരാണെന്ന് നിങ്ങൾക്കറിയാം. RCOOH ആണെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ആണല്ലോ. ആ എച്ച് ഇങ്ങോട്ട് പോയിട്ട് പകരം NA വന്നാൽ ഇതിനെ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്നാ പേര് പറയാം. 2 മോളിക്യൂൾ വേണം. ആരോ മാർക്കിന് മുകളിൽ ഇലക്ട്രോളിസിസ് നടക്കും. ഇലക്ട്രോളിസിസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് എഴുതുന്നത് ശ്രദ്ധിച്ച് കണ്ടോളണേ കുഞ്ഞാടുകളെ. ഈ 2 R ഗ്രൂപ്പിലടാ ഒരുമിച്ച് പറയണം. RR അതാണ് മെയിൻ പ്രൊഡക്റ്റ്. 2 R ഗ്രൂപ്പ് ഒരുമിച്ച് അങ്ങോട്ട് പറയാം. R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പാ. നാളെ പിറ്റേന്ന് ചിലപ്പോൾ അത് മീതയിലാവാം, ഐസോപ്രോപ്പൈൽ, നോർമൽ പ്രൊപ്പൈൽ എന്തെങ്കിലും ആവട്ടെ. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരും. 2 R ഗ്രൂപ്പ്. പിന്നെ കിട്ടുന്ന പ്രൊഡക്റ്റ് എല്ലായിടത്തും സെയിമാണ്. ശ്രദ്ധിച്ചോളണേ. 2 കാർബൺ ഡൈ ഓക്സൈഡ്, 1 H2O, 1 NaOH, 2 NaOH. അപ്പോഴല്ലേ റിയാക്ഷൻ ബാലൻസ്ഡ് ആവുക. 2 NaOH. എന്നിട്ട് കേൾക്കണേ മോനെ, ഇനി പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇയാളാണല്ലോ ആൽക്കെയിൻ. ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടുള്ള ആളല്ലേ. അതെവിടെ ഉണ്ടായടാ? ആനോഡിലാണ് ഉണ്ടാകുന്നത്, മറക്കരുത്. കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും എവിടെ ഉണ്ടാകണമെന്ന് അറിയോ? കാഥോഡ്. പഠിച്ചോ? NaOH എവിടെ ഉണ്ടാകണമെന്ന് അറിയോ? ഇലക്ട്രോലൈറ്റ് ആയിട്ടാണ് മാറുക. ഇലക്ട്രോലൈറ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമ്പിൾ പിടിച്ചോ. എക്സാമ്പിൾ നോക്കിക്കോ. 2 മോളിക്യൂൾ CH3 സിംഗിൾ ബോണ്ട് COONA. ആരോ മാർക്കിന് മുകളിൽ കണ്ടു ഇലക്ട്രോളിസിസ്. 2 CH3. ഈ COONA ഇല്ലടാ, കൂന മാറ്റി വെക്ക്. കൂന മാറ്റി വെച്ചാൽ കാണുന്നത് എന്താണോ അതാണ് R ഗ്രൂപ്പ്. ആ COONA അങ്ങോട്ട് മാറ്റി വെക്കടാ. ബാക്കിയുള്ള ആളാണ് ആൽക്കൈൽ ഗ്രൂപ്പ്. അതിനെങ്ങനെയാണ് നേരെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ CH3 സിംഗിൾ ബോണ്ട് CH3. ശരിയല്ലേ? ഇത് മാത്രമാണ് ഓരോ റിയാക്ഷനിലും ഡിഫറൻറ്റ് വരുള്ളൂ. ഇനിയിപ്പോൾ ഈ CH3ക്ക് പകരം CH3 CH2 എന്നാണെങ്കിൽ ഒരു CH3 CH2 തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കണം. അത്രേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലായിടത്തും ബൈ പ്രൊഡക്റ്റ് സെയിമാ. അതുകൊണ്ട് 2 കാർബൺ ഡൈ ഓക്സൈഡ്, 1 ഹൈഡ്രജന്, 2 NaOH. ചിലപ്പോൾ നിങ്ങൾ ഈ ബൈ പ്രൊഡക്റ്റുകളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷെ പഠിക്കുന്നതിന് എന്താ പ്രയാസം? വളരെ സിമ്പിൾ അല്ലേ? എന്നാൽ പിന്നെ മാർക്ക് കളയേണ്ട കാര്യമുണ്ടോ? നമുക്ക് വിവരമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചാൽ തന്നെ മാർക്കല്ലേടാ. അതുകൊണ്ട് പറ, ഈ ആൽക്കെയിൻ എവിടെ ഉണ്ടാകുന്നു? ആനോഡിൽ. കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും എവിടെ ഉണ്ടാകുന്നു? കാഥോഡിൽ. NaOH എന്തായിട്ട് മാറുന്നു? ഇലക്ട്രോലൈറ്റ്. മനസ്സിലായോ? ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ തന്നാലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കാണാൻ പറ്റും. അടുത്തതാണ് മക്കളെ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ്. എടാ, ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ആരാ? ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ആണല്ലോ. ഒരു കാർബണിനും മറ്റൊരു കാർബണിനും ഇടയിൽ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് അല്ലടാ ആൽക്കീൻ. അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെ എങ്ങനെ ഉണ്ടാക്കാം? അപ്പം അതിന് 4 മെത്തേഡാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോണേ. 4 പെട്ടെന്ന് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് എഴുതി വെച്ചോളണേ. ഞാൻ സ്പീഡിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, വായിച്ചു തരുന്നുണ്ട്. ഒന്ന് ഫ്രം ആൽക്കൈൻ. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടുള്ള ആളുകളാണല്ലോ. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടുള്ള ആളുകളിൽ നിന്ന് എങ്ങനെ ഡബിൾ ബോണ്ടുള്ള ആളെ ഉണ്ടാക്കാം? 2 ഫ്രം ആൽക്കൈൽ ഹാലൈഡ്, നേരത്തെ പഠിച്ച ആൽക്കൈൽ ഹാലൈഡ്. 3 ഫ്രം വിസ് ഡൈഹാലൈഡ്. വിസ് എന്ന് പറഞ്ഞാൽ വിസിനൽ എന്നതിൻ്റെ ഷോർട്ടാണ്. അപ്പം എന്താ വിസിനൽ, എന്താ ജെമിനൽ എല്ലാം ഞാൻ പറഞ്ഞുതരും. ഇപ്പം എഴുതിയെടുക്കുക എന്നുള്ള ഒരു കർമ്മം മാത്രം നീ ചെയ്യുക. 4 ഫ്രം ആൽക്കഹോൾ. ഓരോന്നും നോക്കാം. 1 ഫ്രം ആൽക്കൈൻ. എടാ, ഒരു ട്രിപ്പിൾ ബോണ്ടുള്ള ആളെ ഡബിൾ ബോണ്ടാക്കി മാറ്റാൻ പറ്റുന്ന 2 പേരുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഒന്ന് ഉപയോഗിച്ചാൽ മതി. 2 കൂടി ഉപയോഗിക്കണം എന്നല്ല, ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. മറക്കരുതേ, ഒന്നാമനാണ് പലേഡിയം ബാർ കാർബൺ, രണ്ടാമനാണ് സോഡിയം ബാർ ലിക്വിഡ് അമോണിയ. പഠിക്കണേ, 2 ആളുകളുണ്ട്. ഒന്നാണ് പലേഡിയം ബാർ കാർബൺ, 2 സോഡിയം ബാർ ലിക്വിഡ് അമോണിയ. എടാ, ഈ പലേഡിയം ബാർ കാർബണിനെ ഞങ്ങൾ സയന്റിസ്റ്റുകൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും, ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ് എന്നാണ് പേര്. എന്താണ് പേര്? ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഒന്നിരിക്കൽ ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സോഡിയം ബാർ ലിക്വിഡ് അമോണിയ ഉപയോഗിക്കുക. ഇതിലേത് ഉപയോഗിച്ചാലും ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ജസ്റ്റ് ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്, ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടായി മാറും. സിമ്പിളാ. അപ്പോൾ എക്സാമ്പിൾ നോക്കാം നമുക്ക്. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ എഴുതിയെടുത്തോളണേ പൊന്നു മക്കളെ. എക്സാമ്പിളിലേക്ക് പോകാം. ഇതൊക്കെ എഴുതിയെടുത്തോളണേ. CH ട്രിപ്പിൾ ബോണ്ട് CH. ഇഥൈൻ എന്നാണല്ലോ പേര്. പലേഡിയം ബാർ കാർബൺ ഉപയോഗിച്ചു. ഈ പലേഡിയം ബാർ കാർബൺ ഉപയോഗിച്ചാൽ കിട്ടുന്ന സാധനം CH2 ഡബിൾ ബോണ്ട് CH2 എന്നാണ്.
മോനെ എന്താ സംഭവിച്ചത്? ട്രിപ്പിൾ ബോണ്ട് പൊട്ടിയിട്ട് ഡബിൾ ബോണ്ടായി മാറി. ഡബിൾ ബോണ്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വാലൻസിയിൽ വരുന്ന ഡിഫറൻസ് ഒക്കെ ഹൈഡ്രജൻ കൊടുത്ത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ആവശ്യമുള്ള ഹൈഡ്രജൻ ഒക്കെ കൊടുക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ലിൻഡിലേഴ്സ് കാറ്റലിസ്റ്റ് ആയ പലേഡിയം കാർബണിനുണ്ട് എന്ന് ഓർക്കുക. അപ്പൊ ഞാനൊരു അടുത്ത എക്സാമ്പിൾ കാണിച്ചു തരുന്നുണ്ട്, ശ്രദ്ധിച്ചോട്ടോ. CH3 സിംഗിൾ ബോണ്ട് C, ട്രിപ്പിൾ ബോണ്ട് CH. ആരോ മാർക്കിന് മുകളിൽ കണ്ടു സോഡിയം ബാർ ലിക്വിഡ് അമോണിയ. പൊന്നുമോനെ നോക്കിക്കേ, സോഡിയം ബാർ ലിക്വിഡ് അമോണിയ ഉപയോഗിച്ചാൽ എന്തൊക്കെ സംഭവിക്കും പറ? ട്രിപ്പിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആകും. ആവശ്യത്തിന് ട്രിപ്പിൾ ബോണ്ട് പൊട്ടി ഡബിൾ ബോണ്ട് ആകും, സിംഗിൾ ബോണ്ട് അല്ല, ഡബിൾ ബോണ്ട് ആകും. ആവശ്യത്തിന് ഹൈഡ്രജൻ വാരി വിതറിക്കൊള്ളണം. CH3 പൊട്ടനാണ്, കഥയൊന്നും അറിഞ്ഞിട്ടെന്നില്ല. സിംഗിൾ ബോണ്ട് കാർബൺ, ട്രിപ്പിൾ ബോണ്ട് എന്നത് ഡബിൾ ബോണ്ട് ആകും. ഇവിടെ CH. ശരിയല്ലടാ? ആവശ്യത്തിന് ഹൈഡ്രജൻ കൊടുക്ക്. അപ്പൊ ഇവിടത്തെ വാലൻസി 3 കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് ഒരു ഹൈഡ്രജൻ എക്സ്ട്രാ കൊടുത്തു. ഇവിടത്തെ വാലൻസി ഒരു ഹൈഡ്രജൻ എക്സ്ട്രാ കൊടുത്തു. അപ്പൊ CH ഡബിൾ ബോണ്ട് CH2 എന്നായി മാറി. ശരിയല്ലടാ മോനെ? എടാ, കഴിഞ്ഞ ചാപ്റ്ററിലെ ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ നിങ്ങൾക്ക് ജോമെട്രിക്കൽ ഐസോമറിസത്തെ കുറിച്ച് സാറ് സംസാരിച്ചിട്ടുണ്ടാവും. ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാനുള്ള കണ്ടീഷൻ സാറ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഡബിൾ ബോണ്ട് വേണം. അപ്പൊ എല്ലാ ഡബിൾ ബോണ്ടുള്ള ആളുകൾക്കും ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ 2 വാലൻസി ഡിഫറൻ്റ് ആയിരിക്കണം. ഇങ്ങനെയൊക്കെ സാറ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് 2-ബ്യൂട്ടീൻ എന്ന് പറയുന്ന ആളുടെ ജോമെട്രിക്കൽ ഐസോമറുകൾ സിസ് ഐസോമറിനെയും ട്രാൻസ് ഐസോമറിനെയും ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ലേടാ? അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണേ. നമ്മുടെ ചർച്ച ട്രിപ്പിൾ ബോണ്ടുള്ള ആള് ഡബിൾ ബോണ്ടായി മാറുന്നതാണ്. അപ്പോൾ ഡബിൾ ബോണ്ടായി മാറുന്ന ആളുകളിൽ ചിലർക്ക് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും, ചിലർക്ക് പറ്റില്ല, ചിലർക്ക് പറ്റും. ആർക്കാ പറ്റുക, ആർക്കാ പറ്റാതിരിക്കുക എന്ന് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചതാണ്. എൻ്റെ ചോദ്യം ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ ചർച്ച ഇങ്ങനെയാണ്. എടാ, ഒരാൾക്ക് ഉണ്ടാകുന്ന ആൽക്കീനിനെ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് സിസ് എന്ന് പറയുന്ന ഒരു ഫോമും ട്രാൻസ് എന്ന് പറയുന്ന ഒരു ഫോമും ഉണ്ടാവുമല്ലോ. ഏത് ഫോമാണ് ഇവിടെ ഉണ്ടാവുക? ന്യായമായ ഡൗട്ടാണല്ലോ. കാര്യം ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകൾക്ക് കാണിക്കാൻ പറ്റിയ ഐസോമറിസമാണ് സിസ് ട്രാൻസ് ഐസോമറിസം. അപ്പൊ എയ്തർ അയാൾ സിസ് ഫോമിലോ അല്ലെങ്കിൽ ട്രാൻസ് ഫോമിലോ ആണല്ലോ അവർ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ 2-ബ്യൂട്ടീൻ എയ്തർ എക്സിസ്റ്റ് ആസ് സിസ് 2-ബ്യൂട്ടീൻ, ഒന്നിരിക്കൽ സിസ് 2-ബ്യൂട്ടീൻ ആയിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ട്രാൻസ് 2-ബ്യൂട്ടീൻ ആയിട്ടാണ് നിൽക്കുന്നത്. ഏത് ഐസോമറാണ് ഇവിടെ ഉണ്ടാകുന്നത്? ഹലോ, അപ്പൊ ഉണ്ടാകുന്ന ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടിന്, ഉണ്ടാകുന്ന ആൽക്കീനിന് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റിയാൽ ഉണ്ടാകുന്നത് സിസ് ആയിരിക്കോ ട്രാൻസ് ആയിരിക്കോ എന്നതാണ് ഇനി ഈ സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എക്സ്ട്രാ ഒരു സ്ലൈഡ് ഇവിടെ ആഡ് ചെയ്തിട്ട് ഞാൻ ആ വിഷയം പറഞ്ഞു തരികയാണ്. ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളണേ. ഞാൻ ഉപയോഗിക്കുന്നത് പലേഡിയം ബാർ കാർബൺ ആണെങ്കിൽ ഉണ്ടാകുന്നത് സിസ് ഐസോമറും, സോഡിയം ബാർ ലിക്വിഡ് അമോണിയ ആണെങ്കിൽ ഉണ്ടാകുന്നത് ട്രാൻസ് ഐസോമറുമാണ്. അപ്പോൾ ഇതൊരു ബോക്സിലാക്കി വെച്ചിട്ട് ഞാൻ പറയുന്ന ഡയലോഗ് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതണം. ഇഫ് ദി ആൽക്കീൻ പ്രൊഡ്യൂസ്ഡ് ക്യാൻ ഷോ ജോമെട്രിക്കൽ ഐസോമറിസം, പലേഡിയം ബാർ കാർബൺ പ്രൊഡ്യൂസ് സിസ് ഐസോമർ, സോഡിയം ബാർ ലിക്വിഡ് അമോണിയ പ്രൊഡ്യൂസ് ട്രാൻസ് ഐസോമർ. ഇത് നിങ്ങൾ നോട്ടിൽ എഴുതണം. ഒരു 15 സെക്കൻഡ് പുറകിലോട്ട് പോയാൽ അതേ ഡയലോഗ് നിങ്ങൾക്ക് ഒന്നുകൂടെ കേൾക്കാം. വൃത്തിക്ക് വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ആ നോട്ട് നിർബന്ധമായിട്ടും എഴുതണം. അപ്പോൾ കേട്ടോട്ടോ മോനെ, ഇയാൾ ആരടാ? CH3 സിംഗിൾ ബോണ്ട് C, ട്രിപ്പിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് CH3. ഇതാരാ? 2-ബ്യൂട്ടൈൻ എന്ന് പറയുന്ന ആളാണ്. 2-ബ്യൂട്ടൈൻ എന്ന് പറയുന്ന ആളാണ്. ശരിയല്ലേ? ഇതിലേക്ക് ഞാൻ പലേഡിയം ബാർ കാർബൺ ഉപയോഗിച്ചു, പലേഡിയം ബാർ കാർബൺ അല്ലെങ്കിൽ സോഡിയം ബാർ ലിക്വിഡ് അമോണിയ ഉപയോഗിച്ചു. അപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിളുകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് സോഡിയം ബാർ ലിക്വിഡ് അമോണിയ ഉപയോഗിച്ചാലും പലേഡിയം ബാർ കാർബൺ ഉപയോഗിച്ചാലും ഒരേ പ്രൊഡക്റ്റാണ്, ഒരേ പ്രൊഡക്റ്റാ, അതിൽ തർക്കമൊന്നുമില്ല. എന്താ സംഭവിക്കുക? ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയിട്ട് മാറും എന്നതാണല്ലോ അവിടെ സംഭവിക്കുക. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ 2-ബ്യൂട്ടൈൻ എന്ന ആളുടെ ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ടായി മാറിയാൽ കിട്ടുന്ന ആളുടെ പേര് 2-ബ്യൂട്ടീൻ എന്നാണ്. ഈ 2-ബ്യൂട്ടീനിനെ സാറ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. ഇയാൾക്ക് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. അതുകൊണ്ട് സിസ് 2-ബ്യൂട്ടീനുമുണ്ട്, ട്രാൻസ് 2-ബ്യൂട്ടീനുമുണ്ട്. പലേഡിയം ബാർ കാർബൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സിസ് ഐസോമർ ഉണ്ടാകും. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ആളാരായിരിക്കും പറ? സിസ് 2-ബ്യൂട്ടീൻ ആയിരിക്കും. പഠിച്ചില്ലേ? എന്നാൽ സോഡിയം ബാർ ലിക്വിഡ് അമോണിയ ആണെങ്കിലോ പറ? ട്രാൻസ് 2-ബ്യൂട്ടീൻ ആണ് കിട്ടുക. 2-ബ്യൂട്ടീനിന്റെ ട്രാൻസ് ഫോം ആണ് കിട്ടുക.
നിങ്ങൾക്ക് ജോമെട്രിക്കൽ ഐസോമറിസം പഠിപ്പിച്ച സമയത്ത് അതിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിപ്പിച്ചു തന്നതായിരിക്കും. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറയുന്നു, കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ, ഇവിടെ H, ഇവിടെ CH3, ഇവിടെ H, ഇവിടെ CH3. ഇതല്ലടാ ഒരേപോലെയുള്ള ഗ്രൂപ്പുകൾ ഒരേ സൈഡിൽ വന്നാൽ അതിനെ വിളിക്കുന്ന പേരല്ലടാ സിസ് ഐസോമർ. അപ്പോൾ ഇത് 2 ബ്യൂട്ടീനിന്റെ സിസ് ഐസോമർ ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാ. ഇതിന്റെ ട്രാൻസ് എങ്ങനെയാണ് ഉണ്ടാവുക? ട്രാൻസ് CH3 സിംഗിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് H, ഡബിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് H, താഴെ CH3. ശരിയല്ലേ? ഒരേപോലെയുള്ള ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ് 2 ബ്യൂട്ടീൻ. അപ്പൊ ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ് അഥവാ പലേഡിയം ബാർ കാർബൺ ഉപയോഗിച്ചാൽ സിസ് ഐസോമർ ഉണ്ടാകും. പറ, സോഡിയം ബാർ ലിക്വിഡ് അമോണിയ ഉപയോഗിച്ചാൽ ട്രാൻസ് ഐസോമർ ഉണ്ടാകും. ഇതാണ് ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റും സോഡിയം ബാർ ലിക്വിഡ് അമോണിയയും തമ്മിലുള്ള ഒരേ ഒരു ഡിഫറൻസ്. ഒന്ന് ഓർത്തു വെച്ചേക്ക്. രണ്ടുപേർക്കും ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആക്കാൻ പറ്റും, പക്ഷെ ഇങ്ങനെ ഒരു ഡിഫറൻസ് അവർക്കിടയിലുണ്ട്, മറക്കരുത്. അപ്പൊ മോനെ, ആൽക്കീൻ ഉണ്ടാക്കുന്നതിൽ രണ്ടാമത്തെ ഹെഡിങ് ആണ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. നേരത്തെ നമ്മൾ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ്. ഇതിൽ കുറച്ച് പ്രധാനപ്പെട്ട ചില റൂളുകളൊക്കെ എനിക്ക് പറയാനുണ്ട്. നിങ്ങളൊന്ന് ഐശ്വര്യമായിട്ട് ഹെഡിങ് എഴുതിക്കേ. റിയേജൻറ്റ് എഴുതിക്കോ. റിയേജൻറ്റ് ആൽക്കഹോളിക് KOH എഴുതുമോനെ. റിയേജൻറ്റ് ആൽക്കഹോളിക് KOH വെരി ഇമ്പോർട്ടൻറ്റ്. ആരാണ് റിയേജൻറ്റ്? ആൽക്കഹോളിക് KOH. നടക്കുന്ന റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരിങ്ങനെയാണ്, എഴുതിക്കോ. ഡീഹൈഡ്രോഹാലോജിനേഷൻ ടേക്സ് പ്ലേസ്. ഡീഹൈഡ്രോഹാലോജിനേഷൻ ടേക്സ് പ്ലേസ്. എടാ, ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡീഹൈഡ്രേഷൻ, ഡീഹൈഡ്രോജിനേഷൻ, ഡീഹാലോജിനേഷൻ, ഡീഹൈഡ്രോഹാലോജിനേഷൻ, ഡീകാർബോക്സിലേഷൻ, പല വിധത്തിലുള്ള ഡി നമ്മൾ കേട്ടിട്ടുണ്ട്. ഡി എന്ന് പറഞ്ഞാൽ എനിത്തിങ് റിലേറ്റഡ് വിത്ത് റിമൂവൽ എന്നാണ്, ഒഴിവാക്കുക, എലിമിനേഷനാണ്. ഡീഹൈഡ്രോ, ഹൈഡ്രജനെ റിമൂവ് ചെയ്യുക. ഹാലോജിനേഷൻ, ഹാലജനെയും റിമൂവ് ചെയ്യുക. അപ്പൊ രണ്ടു പേരെ റിമൂവ് ചെയ്യുക. ആരാണത്? ഹൈഡ്രജനും ഹാലജനും. അതിനെ വിളിക്കുന്ന പേരാണ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. പഠിച്ചില്ലേ മോനെ? എക്സാമ്പിൾ കണ്ടോട്ടാ. എക്സാമ്പിൾ ശരിക്കും ശ്രദ്ധിച്ചോളണേ. ഇതാ കണ്ടോളണേ. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് Cl. ആരോ മാർക്കിന് മുകളിൽ കണ്ടു ആൽക്കഹോളിക് KOH കണ്ടു. ആൽക്കഹോളിക് KOH കണ്ടാൽ ഒന്നും നോക്കണ്ട, റിയാക്ഷൻ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ആണ്. ഇവിടുത്തെ ഹാലജൻ ആരാണ്? X എന്ന് പറയുന്നത് ക്ലോറിൻ ആണല്ലോ. അപ്പൊ HX പോകുന്നു എന്ന് പറഞ്ഞാൽ HCl പോകുന്നു എന്നാണ് അർത്ഥം. പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് മോനെ. ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബണിനെ ഞങ്ങൾ വിളിക്കുന്ന പേര് ആൽഫ കാർബൺ എന്നാണ്. മറക്കരുതേ, എന്താ പേര്? ആൽഫ കാർബൺ. ആൽഫ കാർബണിന്റെ തൊട്ടടുത്തുള്ള കാർബണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീറ്റ കാർബൺ. കിട്ടില്ലേ മോനെ? ആൽഫയുടെ തൊട്ടടുത്തുള്ള കാർബണിനെ വിളിക്കുന്ന പേരാണ് ബീറ്റ കാർബൺ. അപ്പൊ ഇവിടെ നിന്ന് H-ഉം Cl-ഉം പോകണമല്ലോ. അത് എവിടെ നിന്നാ പോകുന്നത് എന്നതാണ് ഇനി ചർച്ച. എവിടെ നിന്നാടാ H പോണേന്ന് അറിയോ? H പോകുന്നത് ഫ്രം ഏത് കാർബണിൽ നിന്നാണ്? ക്ലോറിൻ പോകുന്നത് ഫ്രം ഏത് കാർബണിൽ നിന്നാണ് എന്ന് പറയണം. അത് വളരെ ഇമ്പോർട്ടൻ്റാ. ക്ലോറിൻ എവിടുന്നാ പോവാ? ഒന്നും നോക്കാനില്ല, ആൽഫയെന്നാണല്ലോ പോവാ. എടാ, ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബൺ ആണല്ലോ ആൽഫ. അപ്പൊ എവിടുന്നാ ക്ലോറിൻ പോവാ എന്ന് ചോദിച്ചാൽ വേറെ വർത്താനൊന്നുമില്ല, ആൽഫ കാർബണിൽ നിന്നാണ് ക്ലോറിൻ പോവുക. പക്ഷേ ഹൈഡ്രജൻ നോക്കിക്കേ, ആൽഫ കാർബണിലും ഹൈഡ്രജൻ ഉണ്ട്, ബീറ്റ കാർബണിലും ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ എവിടുന്നാ പോവാന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പ്രയാസപ്പെടും. അത് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുതരാൻ പോവാണേ. ഫ്രം ബീറ്റ. ഹൈഡ്രജൻ എവിടുന്നാടാ പോവാ? ബീറ്റയിൽ നിന്നാണ് പോവുക. അപ്പൊ ക്ലോറിൻ എവിടുന്നാ പോവാന്ന് ഏത് പൊട്ടനും വെറുതെ ആലോചിച്ചാൽ മനസ്സിലാകും. കാര്യം ക്ലോറിൻ ആകെ ഒരു കാർബണിലേ ഉള്ളൂ. അപ്പൊ അവിടുന്നല്ലേ ക്ലോറിൻ പോകാൻ പറ്റുള്ളൂ. ആൽഫയിൽ നിന്നാണ് ക്ലോറിൻ പോവുക എന്നതിൽ തർക്കമൊന്നുമില്ല. ഹൈഡ്രജൻ എവിടെന്നാ പോവാ എന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എന്നാലല്ലേ നമുക്ക് ഹൈഡ്രജൻ എവിടെന്നാ പോവാന്ന് മനസ്സിലാക്കാൻ പറ്റൂ. കാര്യം ഹൈഡ്രജൻ ആൽഫയിലും ഉണ്ട്, ബീറ്റയിലും ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തന്നു, ബീറ്റയിൽ നിന്നാണ് പോകുന്നത്. അതുകൊണ്ട് ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ബീറ്റ എലിമിനേഷൻ. എന്തുകൊണ്ടാണ് ഇതിനെ ബീറ്റ എലിമിനേഷൻ എന്ന് പേര് വിളിക്കുന്നത്? സിൻസ് ദി ഹൈഡ്രജൻ ആറ്റം ഈസ് എലിമിനേറ്റഡ് ഫ്രം ബീറ്റ കാർബൺ. ഹൈഡ്രജൻ എവിടുന്നാ പോയത്? പറ. ബീറ്റയിൽ നിന്നാ പോയത്. അല്ല സാറേ, ആൽഫയെന്ന് ഹാലജനും പോകുന്നില്ലേ, എന്നിട്ട് എന്താ ആൽഫ എലിമിനേഷൻ പറയാത്തത്? എടാ മോനെ, ബീറ്റ എലിമിനേഷൻ എന്ന് പറയുന്നതിൽ ഒരു ഉദ്ദേശമുണ്ട്. ആൽഫ എലിമിനേഷൻ എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? കാര്യം എന്താ? ക്ലോറിൻ എവിടുന്നാ പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാലോ. ഹൈഡ്രജൻ എവിടുന്നാ പോവുക എന്ന ഇൻഡിക്കേഷനാണ്
ബീറ്റ എലിമിനേഷൻ. കാര്യം ആൽഫ കാർബണിലും ഹൈഡ്രജൻ ഉണ്ട്, ബീറ്റാ കാർബണിലും ഹൈഡ്രജൻ ഉണ്ട്. എവിടെ നിന്നാണ് ഹൈഡ്രജൻ പോകുന്നത് എന്ന് പറയാനാണ്, എന്നത് മനസ്സിലാക്കാനാണ് ഈ റിയാക്ഷന്റെ പേര് ബീറ്റ എലിമിനേഷൻ എന്നുകൂടി പേര് കൊടുക്കുന്നത്. എടാ CH3യിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോകും, ബീറ്റാ കാർബൺ ആണല്ലോ, ഒരു ഹൈഡ്രജൻ പോകും. അപ്പൊ കിട്ടുന്ന ആള് CH2 എന്നാകും. അവർക്കിടയിൽ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്. ഇപ്പുറത്ത് CH2ൽ നിന്ന് ക്ലോറിൻ പോകും, ബാക്കി എന്തുണ്ട്? ഒരു CH2 എന്ന് മാത്രം ബാക്കിയുണ്ട്. നിങ്ങൾ ഈ കാർബണിന്റെ മുഖത്തേക്ക് നോക്കിക്കേ, ഈ കാർബണിന്റെ മുഖത്തേക്ക് നോക്കിക്കേ. സന്തോഷമാണോ വിഷമാണോ? കണ്ടാൽ അറിയാം വിഷമാണ്. എന്താ വിഷമം? അയാൾക്ക് 4 വാലൻസിയാണ് നോർമലി ഉണ്ടാവാറുള്ളത്, ഇപ്പൊ അയാൾക്ക് 3 വാലൻസി ആയിട്ടുള്ളൂ. ഒരു വാലൻസി ഇതാ സിംഗിൾ ബോണ്ട്, 2 എണ്ണം ഹൈഡ്രജൻ. അങ്ങനെ ഒരു വാലൻസി മാത്രമേ ആയിട്ടുള്ളൂ എന്നൊരു വിഷമം ഈ കാർബണിനുണ്ട്. വാലൻസി കുറവുള്ള വിഷമമുള്ള 2 കാർബണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി നിൽക്കുവോ, അവർക്കിടയിൽ ഒരു പുതിയ വാലൻസി ക്രിയേറ്റ് ചെയ്യപ്പെടും, പുതിയൊരു ബോണ്ട് ഉണ്ടാകും. അപ്പൊ നേരത്തെ സിംഗിൾ ബോണ്ടായി നിന്ന ആള് പറ ഇപ്പൊ ഡബിൾ ബോണ്ടായിട്ട് മാറും. ഡബിൾ ബോണ്ടായിട്ട് മാറിയാൽ ഉണ്ടാകുന്ന ആളുടെ പേരാണ് ആൽക്കീൻ. ആൽക്കീനിനെ ഉണ്ടാക്കലാണല്ലോ നമ്മളെ പണി. ഫ്രം ആൽക്കിൽ ഹലൈഡ്, RX-ൽ നിന്ന് ആൽക്കീൻ ഉണ്ടാകുന്നു ബൈ ഡീഹൈഡ്രോഹാലോജിനേഷൻ. ബൈ യൂസിങ് വിച്ച് റിയേജന്റ്? പറ. alcoholic H, and the halogen atom is eliminated from alpha carbon, hydrogen is eliminated from beta carbon. Since the hydrogen is eliminated from the beta carbon, this reaction is also known as para beta elimination. പഠിച്ചില്ലേ? ബീറ്റ എലിമിനേഷൻ, ആൽക്കീൻ ഉണ്ടാകുന്നു. എടാ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എക്സാമ്പിളിലേക്കാണ് ഞാൻ ഇനി നിങ്ങളെ കൊണ്ടുപോകുന്നത്. CH3 സിംഗിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH3. ഇവിടെ കാണുന്നു ഒരു ക്ലോറിൻ. കണ്ടോടാ, ആരോ മാർക്കിന് മുകളിൽ ആൽക്കഹോളിക് AH എന്ന് കണ്ടു. ആൽക്കഹോളിക് AH. അപ്പൊ ആൽക്കഹോളിക് AH വന്നാൽ എന്തായാലും ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ആണെന്ന് നമുക്കറിയാം. ഹൈഡ്രജനും പോകും, ഹാലജനും പോകും. ഈ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ആണല്ലോ ആൽഫ. നെക്സ്റ്റ് പൊസിഷനിലെ കാർബൺ ആണ് ബീറ്റ. അതുകൊണ്ട് ഇതിനെ β1 എന്ന് പേര് വിളിക്കാം, ഇതിനെ β2 എന്ന് പേര് വിളിക്കാം. കാര്യം രണ്ടിലും ഹൈഡ്രജന്റെ എണ്ണം ഡിഫറൻറ്റാ. എടാ അവിടെ 2 ബീറ്റ ഉണ്ട്. കാര്യം ആൽഫയുടെ തൊട്ടടുത്തുള്ള കാർബൺ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലും തൊട്ടടുത്തൊരു കാർബൺ, റൈറ്റിലും തൊട്ടടുത്തൊരു കാർബൺ ഉണ്ടല്ലോ. ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള ബീറ്റയാണ്. ഒന്നിനെ β1 എന്നും മറ്റേതിനെ β2 എന്നും പേര് വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിഫറൻറ്റ് ടൈപ്പ് പ്രൊഡക്റ്റുകൾ ഉണ്ടാകും. β1ൽ നിന്ന് എലിമിനേഷൻ നടക്കുന്ന ഒരു പ്രൊഡക്റ്റും β2ൽ നിന്ന് എലിമിനേഷൻ നടക്കുന്ന ഒരു പ്രൊഡക്റ്റും ഉണ്ടാവും. രണ്ടാണെങ്കിലും HCl എലിമിനേറ്റ് ചെയ്യും. Cl എവിടുന്നാ പോവുക? രണ്ടാണെങ്കിലും Cl പോകുന്നത് ആൽഫയെന്നല്ലേ. ഇവിടെ H പോകുന്നത് ഫ്രം β1 ആണെന്ന് വിചാരിക്കുക. β1 ഇയാളാണ് β1. രണ്ടാമത്തത് ഒരു സാധ്യത HCl, H എലിമിനേറ്റ്സ് ഫ്രം β2. ഇതാണല്ലോ അടുത്ത സാധ്യത. ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുന്നത് β2, ഇവിടെ നിന്ന് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യാം. ഏതാണ് മേജർ പ്രൊഡക്റ്റ്, ഏതാണ് മൈനർ പ്രൊഡക്റ്റ് എന്നാണ് എൻ്റെ ചർച്ച. കേട്ടോട്ടോ മോനെ. ആദ്യം β1ൽ നിന്ന്, β1ൽ നിന്ന് ഹൈഡ്രജൻ പോവാൻ. ഇതല്ലടാ β1, അവിടുന്ന് ഹൈഡ്രജൻ പോട്ടെ. അപ്പൊ CH2 എന്നത് CH എന്നാകും. ഇവർക്കിടയിൽ ഡബിൾ ബോണ്ട് വരും. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ? ആൽഫയിൽ നിന്ന് ക്ലോറിൻ പോകും, ബീറ്റയിൽ നിന്ന് ഹൈഡ്രജൻ പോകും, അവർക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് വരും. അപ്പൊ β2ൽ നിന്ന് ഹൈഡ്രജൻ പോകുന്നില്ല. അറ്റ് എ ടൈം ഏതെങ്കിലും ഒന്നിനെ പോകൂ. β1ൽ നിന്നാണ് പോകുന്നതെങ്കിൽ 2 അങ്ങനെ തന്നെ കിടക്കും. അപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാകും. β2 അങ്ങനെ ഉണ്ടാകും, CH3. അവിടുന്ന് ആരും പോകുന്നില്ല. സിംഗിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2 എന്നത് CH ആകും. ശരിയല്ലേ? അവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയി. അപ്പൊ അവർക്കിടയിലുള്ള സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആകും. നേരെ ഇപ്പുറത്തൊരു പൊട്ടൻ CH3 വെറുതെ കിടക്കുന്നുണ്ട്. അയാൾ ഈ കഥ ഒന്നും അറിയണമെന്നില്ല. ഇതാണ് β1ൽ നിന്ന് പോയാൽ ഉള്ള പ്രൊഡക്റ്റ്. ആൻഡ് ദിസ് പ്രൊഡക്റ്റ് ഈസ് നോൺ ആസ് ട്യൂബ്യൂട്ടീൻ. ട്യൂബ്യൂട്ടീൻ ആരും എഴുതണ്ടട്ടോ, കളി കണ്ടാൽ മതി. എഴുതാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരും. ഇനി ഇഫ് ദി എലിമിനേഷൻ ഓഫ് ഹൈഡ്രജൻ ടേക്സ് പ്ലേസ് ഫ്രം β2, β2ൽ നിന്നാണ് ഹൈഡ്രജൻ പോകുന്നതെങ്കിൽ CH3 എന്നത് എന്താകും? പറ. CH2 എന്നാകും. സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആകും. CHൽ നിന്ന് ക്ലോറിൻ പോകും, സിംഗിൾ ബോണ്ട്. അപ്പൊ β1ൽ നിന്ന് ആരും പോകൂല, CH2, സിംഗിൾ ബോണ്ട് CH3. ഇതല്ലടാ പ്രൊഡക്റ്റ്. അപ്പൊ കിട്ടുന്ന ആളുടെ പേരാണ് 1-ബ്യൂട്ടീൻ. എന്താ പേര്? 1-ബ്യൂട്ടീൻ. 2-ബ്യൂട്ടീൻ ആണോ 1-ബ്യൂട്ടീൻ ആണോ മേജർ? ആരാണ് കൂടുതൽ അളവിൽ ഉണ്ടാവുക എന്നറിയാൻ എനിക്കൊരാളോട് അഭിപ്രായം ചോദിക്കേണ്ടതുണ്ട്. അവന്റെ പേരാണ് സെയ്റ്റ്സഫ്. അപ്പോ 2 ടൈപ്പ് ബീറ്റാ കാർബൺ പോസിബിൾ ആണെങ്കിൽ
സെയ്റ്റ്സ് ഓഫ് റൂൾ പ്രകാരമാണ് മേജർ പ്രൊഡക്റ്റും മൈനർ പ്രൊഡക്റ്റും നമ്മൾ മനസ്സിലാക്കുന്നത്. ആരാണടാ സെയ്റ്റ്സ് ഓഫ് റൂൾ എന്നറിയോ? ഹൃദയം കൊണ്ട് കേൾക്കണേ. എവിടെയാണ് സെയ്റ്റ്സ് ഓഫ് റൂൾ ആപ്ലിക്കബിൾ ആവുക എന്ന് ചിന്തിക്ക്. ഇഫ് ദർ ആർ 2 ടൈപ്സ് ഓഫ് ബീറ്റ കാർബൺസ് ആർ പോസിബിൾ. ഒന്നിലധികം ബീറ്റ കാർബണുകൾ പോസിബിൾ ആണെങ്കിൽ, ഓർക്കടെ, ഒന്നിലധികം ബീറ്റ കാർബണുകൾ പോസിബിൾ ആണെങ്കിൽ elimination of hydrogen takes place from the beta carbon having lesser number of hydrogen atom. എടാ, ഇവിടെ ഹൈഡ്രജന്റെ എണ്ണം 3 അല്ലേ, ഇവിടെ ഹൈഡ്രജന്റെ എണ്ണം 2 അല്ലേ? എവിടെയാടാ ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം? ബീറ്റ 2-ലാണോ ബീറ്റ 1-ലാണോ ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം? ബീറ്റ 1-ലാണ്. അവിടെ നിന്നാണ് ഇനിയും ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുക. അവിടെ നിന്ന് തന്നെയാണ് ഇനിയും ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുക. അപ്പൊ ഇനിയും കൂടുതൽ ഹൈഡ്രജൻ എവിടെ നിന്ന് പോകും? ഫ്രം ബീറ്റ 1. ബീറ്റ 1-ൽ നിന്ന് പോകും, 2 ബ്യൂട്ടീൻ ഉണ്ടാകും എന്നതാണ് മേജർ പ്രൊഡക്റ്റ്. നേരെ ഓപ്പോസിറ്റ് മൈനർ പ്രൊഡക്റ്റ് ആണ്. സ്കൂളുകളിൽ നിങ്ങൾ ഇതിനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. ടു പ്രൊഡ്യൂസ് എൻ ആൽക്കിൻ ഹാവിങ് മോർ സബ്സ്റ്റിറ്റ്യൂഷൻസ്. എല്ലാം സെയിം ആട്ടോ, ഒക്കെ ഒരേ സാധനമാണ്. ഒന്ന് മനസ്സുണ്ടായാൽ മതി, ഒന്ന് മനസ്സിലുണ്ടായാൽ മതി, ഒക്കെ ഒന്നാണെന്നൊരു ബോധം ഉണ്ടായാൽ മതി. അപ്പൊ നിങ്ങളെല്ലാവരും സ്റ്റാർ ഇട്ടിട്ട് ഈ റൂളൊന്ന് എഴുതിക്കേടാ. സെയ്റ്റ്സ് ഓഫ് റൂൾ എന്നൊന്ന് എഴുതിക്കേ. സെയ്റ്റ്സ് ഓഫ് റൂൾ എന്ന് എഴുതിക്കേ. സെയ്റ്റ്സ് ഓഫ് റൂൾ എന്താന്ന് ഞാൻ പറയുന്നുണ്ട്. ഇഫ് ദർ ആർ 2 ടൈപ്സ് ഓഫ് ബീറ്റ കാർബൺസ് ആർ പോസിബിൾ. എഴുത്. ഇഫ് ദർ ആർ 2 ടൈപ്സ് ഓഫ് ബീറ്റ കാർബൺസ് ആർ പോസിബിൾ. ഇഫ് ദർ ആർ 2 ടൈപ്സ് ഓഫ് ബീറ്റ കാർബൺസ് ആർ പോസിബിൾ, കോമ, elimination of hydrogen takes place from the beta carbon having lesser number of hydrogen atom. Once ഞാൻ പറയുന്നുണ്ട്, elimination of hydrogen takes place from beta carbon having lesser number of hydrogen atom. ഈ കാണുന്ന സാധനം വീഡിയോ പോസ് ചെയ്തിട്ട് എല്ലാവരും ഇതൊന്ന് എഴുതിക്കേ. ആ ഡയലോഗ് എഴുതി കഴിഞ്ഞതിന് ശേഷം വീഡിയോ പോസ് ചെയ്യുക. എക്സാമ്പിൾ എന്നും പറഞ്ഞ് ബോർഡിൽ കാണുന്നതിനെ എല്ലാവരും ഒന്ന് വൃത്തിയായിട്ട് എഴുതിയെടുത്തേ. അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം, അടുത്ത ഹെഡിങ്ങിലേക്ക് പോകാം. പെട്ടെന്ന് നോക്കണേ. ഫ്രം വിസ് ഡൈഹാലൈഡ്. ഫ്രം വിസ് ഡൈഹാലൈഡ്. എടാ, വിസ് ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ 2 ഹാലജൻ ഉള്ളത് എന്നാണ് അർത്ഥം. 2 ഹാലജൻ ഉള്ളത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. കാർബൺ കാർബൺ, ഇവിടെ ഒരു ഹാലജൻ, ഇവിടെ ഒരു ഹാലജൻ. കാർബൺ കാർബൺ, ഇവിടെ ഒരു ഹാലജൻ, ഇവിടെ ഒരു ഹാലജൻ. എടാ, ഈ 2 കോമ്പൗണ്ടിലും 2 ഹാലജൻ ഉണ്ട് എന്നുള്ളത് സത്യമാണല്ലോ. എടാ, ഈ ഹാലജനും ഈ ഹാലജനും അറ്റാച്ച് ചെയ്യുന്നത് ഒരേ കാർബണിലല്ലേ? ഒരേ കാർബണിൽ 2 ഹാലജൻ വന്നാൽ നമ്മൾ അതിനെ ജെമിനൽ ഡൈഹാലൈഡ് എന്നാണ് പേര് വിളിക്കുക. ജെമിനൽ ഡൈഹാലൈഡ്. ഓർത്ത് വെച്ചേക്കണേ, ജെമിനൽ ഡൈഹാലൈഡ്. അപ്പൊ ആരാ ജെമിനൽ ഡൈഹാലൈഡ്? 2 ഹാലജൻ ഉണ്ട്, 2 ഹാലജനും ഒരേ കാർബണിലാണെങ്കിൽ വിളിക്കുന്ന പേരാണ് ജെമിനൽ ഡൈഹാലൈഡ്. 2 ഹാലജൻ ഉണ്ട്, എന്നാൽ 2 കാർബണും അടുത്തടുത്ത കാർബണിലാണെങ്കിൽ, ഡിഫറെന്റ് കാർബൺ എന്ന് പറയരുത്, ഡിഫറെന്റ് കാർബൺ ആകുമ്പോൾ ഈ പറഞ്ഞ പേരൊന്നുമല്ല, അടുത്തടുത്ത കാർബണിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് വിസിനൽ ഡൈഹാലൈഡ് എന്നാണ്. വിസിനൽ ഡൈഹാലൈഡ്. ചില വിദ്യാർത്ഥികൾ ഇങ്ങനെ പറയും, ഡിഫറെന്റ് കാർബൺ, 2 ഹാലജൻസ് ആർ ഓൺ ഡിഫറെന്റ് കാർബൺ. അങ്ങനെ പറയരുത്. 1ാമത്തെ കാർബണിലും 17ാമത്തെ കാർബണിലാണെങ്കിലും ഡിഫറെന്റാ, പക്ഷെ അത് വിസിനൽ അല്ല. വിസിനൽ ആവണമെങ്കിൽ 1ലും 2ലും വരണം, അല്ലെങ്കിൽ 5ലും 6ലും വരണം. അടുത്തടുത്ത കാർബണിൽ വരുമ്പോഴേ അത് വിസിനൽ ആവുള്ളൂ. ആ വിസിനൽ ഡൈഹാലൈഡിൽ നിന്ന് എങ്ങനെ ആൽക്കീൻ ഉണ്ടാക്കാം? സിമ്പിൾ റിയാക്ഷൻ ആണ്. റിയേജന്റ് സിങ്ക്. ചാമ്പിക്കൊമ്മനെ, റിയേജന്റ് സിങ്ക്. വെരി ഇമ്പോർട്ടൻറ്റ് ബട്ട് വെരി സിമ്പിൾ കേട്ടോ. റിയേജന്റ് സിങ്ക്. ഒറ്റ എക്സാമ്പിൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. CH2 സിംഗിൾ ബോണ്ട് CH2, ദേ കിടക്കുന്ന ക്ലോറിൻ, ദേ കിടക്കുന്ന ക്ലോറിൻ. ആരോ മാർക്കിന് മുകളിൽ കണ്ടു സിങ്ക്. സിങ്കിനൊരു പണിയുണ്ട്, എന്താ അറിയോ? ഈ ക്ലോറിനൊക്കെ കയറി മേയും, ആ ക്ലോറിനും കൊണ്ട് ഓടും. ദാ ഈ സിങ്ക് ഇവിടുത്തെ ക്ലോറിനെയും ഇവിടുത്തെ ക്ലോറിനെയും കൊണ്ടൊക്കെ ZnCl2 ആയിട്ട് ഇവിടെ നിന്നിട്ട് എലിമിനേറ്റ് ചെയ്യും. ഇവിടുത്തെ ക്ലോറിൻ പോയി, ഇവിടുത്തെ ക്ലോറിൻ പോയി. ഭാവം CH2വിന് ആര് ബാക്കിയുണ്ട്? ആരും ബാക്കിയില്ല. CH2. ഞാൻ നേരത്തെ പറഞ്ഞ വിഷമത്തിന്റെ കഥകളെല്ലാം ഇവിടെയും നടക്കും. ഈ കാർബണിന്റെ മുഖത്തൊരു വിഷമമുണ്ട്. 4 വാലൻസി കംപ്ലീറ്റ് ആവേണ്ടിടത്ത് 3 ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. 1ന്റെ കുറവുള്ള 2 കാർബണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സിംഗിൾ ബോണ്ടും ആക്കിയിട്ട് നോക്കി നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? പുതിയ ബോണ്ട് അവർക്കിടയിൽ തുടങ്ങട്ടടാ. വിഷമം അങ്ങോട്ട് തീരട്ടെ. CH2 ഡബിൾ ബോണ്ട് CH2. നോക്കിക്കേടാ, അടുത്തൊരു എക്സാമ്പിൾ ഇതാ ഞാൻ നിനക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നതാണ്. CH സിംഗിൾ ബോണ്ട് CH2, ദേ കിടക്കുന്ന ഒരു ക്ലോറിൻ, ദേ കിടക്കുന്ന അടുത്ത ക്ലോറിൻ. കണ്ടാൽ അറിയാം വിസ് ഡൈഹാലൈഡ് ആണ്. 2 ക്ലോറിൻ ഉണ്ട്, 2ഉം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്തടുത്ത കാർബണിലാണ്.
ആരോ മാർക്കിന് മുകളിൽ കണ്ടു റിയേജന്റ് സിങ്ക്. സിങ്കിന്റെ പണി എന്താ? ഈ ക്ലോറിനെയൊക്കെ ZnCl2 ആയിട്ട് ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യുക എന്നതാണ്. ഈ CH3 ക്ലോറിൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പൊട്ടനാണ്, കഥയൊന്നും അറിഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 ഇങ്ങനെ അല്ലേടാ ഉണ്ടാവുക. ഈ CH സിംഗിൾ ബോണ്ട് CH2, ഇവിടുത്തെ ക്ലോറിനും സിങ്കും കൊണ്ടുപോയി. പിന്നെ എന്ത് സംഭവിക്കുന്നു? ഈ കാർബണിന് വിഷമം വരുന്നു, തൊട്ടടുത്ത കാർബണിന് വിഷമം വരുന്നു. ഒരാൾ കൂടെ ഇല്ലല്ലോ എന്ന വിഷമം അവർ തമ്മിൽ അങ്ങനെ പറഞ്ഞ് അവർക്കിടയിൽ പുതിയൊരു ബോണ്ട് ഉണ്ടാകുന്നു. സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആകുന്നു, ആൽക്കീൻ ഉണ്ടാകുന്നു. എവിടെ നിന്ന്? വിസ് ഡൈഹാലൈഡിൽ നിന്ന്. പഠിച്ചല്ലോ, വിസിനൽ ഡൈഹാലൈഡിൽ നിന്ന് ആൽക്കീൻ ഉണ്ടാകാൻ റിയേജന്റ് പറ. ആര് മതി? സിങ്ക് മതി. മരിച്ചാലും മറക്കരുത്. അടുത്ത റിയാക്ഷൻ നോക്കിക്കോ. ഫ്രം ആൽക്കഹോൾ, നാലാമത് നമ്മൾ ലിസ്റ്റിൽ എഴുതി വെച്ചതാണ്. ആൽക്കീൻ ഉണ്ടാക്കാനുള്ള പണി ഫ്രം ആൽക്കഹോൾ. പഠിച്ചോ മോനെ, റിയേജന്റിനെ മറക്കണ്ട. റിയേജന്റ് കേട്ടോളനെ, കോൺസെൻട്രേറ്റഡ് H2SO4 കഴിഞ്ഞിട്ടില്ല അറ്റ് 443 കെൽവിൻ. വെരി ഇമ്പോർട്ടൻറ്റ് ടെമ്പറേച്ചർ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. 443 കെൽവിൻ. നിങ്ങൾ വളർന്നു വലുതായി +2 എത്തുമ്പോൾ 443 കെൽവിൻ ആണെങ്കിലും 413 കെൽവിൻ ആണെങ്കിലും ഉള്ള ഡിഫറൻസ് എന്താണെന്ന് ഞാൻ വീണ്ടും പഠിപ്പിച്ചു തരും. ഇപ്പൊ ഇത് പഠിക്ക്. 443 കെൽവിൻ ആണ്. ആരാ ഉപയോഗിക്കേണ്ടത്? H2SO4, കോൺസെൻട്രേറ്റഡ് H2SO4. പൊന്നുമോനെ, എന്താ സംഭവിക്കുക എന്ന് എഴുതി വെച്ചോ. ഡീഹൈഡ്രേഷൻ ടേക്സ് പ്ലേസ്. ആഹാ, എന്ത് നടക്കൂടാ പറ? ഡീഹൈഡ്രേഷൻ, വെള്ളം പോകും. ഡി എന്ന് പറഞ്ഞാൽ പോവലാണല്ലോ, ഹൈഡ്രേഷൻ വാട്ടർ മോളിക്യൂളിന്റെ എലിമിനേഷൻ നടക്കും. -H2O എന്ന് ബ്രാക്കറ്റിൽ എഴുതി വെച്ചാൽ ബുദ്ധിയുള്ളവന് മനസ്സിലാകും. ഡീഹൈഡ്രേഷൻ ഇതാ നടക്കണം. നോക്കിക്കോട്ടെ മോനെ. CH3 സിംഗിൾ ബോണ്ട് CH2OH. ആരോ മാർക്കിന് മുകളിൽ കണ്ടു മലനിര. കോൺസെൻട്രേറ്റഡ് H2SO4 443 കെൽവിനും കണ്ടാൽ എന്ത് സംഭവിക്കുന്നു എന്നാ ഞാൻ പറഞ്ഞേ? -H2O വാട്ടർ മോളിക്യൂളിന്റെ എലിമിനേഷൻ നടക്കുന്നു. എടാ, വാട്ടർ മോളിക്യൂൾ ആവണമെങ്കിൽ ആരൊക്കെ പോകണം എന്നൊന്ന് ചിന്തിച്ചേടാ. OH പോകണം, കൂടെ H പോകണം. എന്നാലല്ലടാ വാട്ടർ മോളിക്യൂളിന്റെ പോക്കാവുള്ളൂ. OH നിർബന്ധമായിട്ട് ഇവിടുന്ന് പോയേ പറ്റൂ. OH അറ്റാച്ച് ചെയ്ത കാർബണിനെ ഞങ്ങൾ സയന്റിസ്റ്റുകൾ ആൽഫ എന്ന് നേരത്തെ പേര് വിളിച്ചതാ. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണാണ് ആൽഫ, തൊട്ടടുത്ത കാർബണാണ് ബീറ്റ. അപ്പൊ എവിടെ നിന്ന് OH പോകും? നോ ഡൗട്ട് ആൽഫയിൽ നിന്ന് OH പോകും, ബീറ്റയിൽ നിന്ന് H പോകും. That's why this reaction also a beta elimination. Why this reaction is also known as beta elimination? Because the elimination of hydrogen takes place from beta carbon. നേരത്തെ ഞാൻ പറഞ്ഞു, ആൽഫയിലും ഹൈഡ്രജൻ ഉണ്ട്, ബീറ്റയിലും ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഹൈഡ്രജന്റെ എലിമിനേഷൻ എവിടെ നിന്നാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയൽ നിർബന്ധമാണ്. അതാണ് ബീറ്റ എലിമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ OH എവിടെ നിന്ന് പോകും? ആൽഫ. H എവിടെ നിന്ന് പോകും? ബീറ്റ. ബീറ്റയിൽ നിന്ന് H പോയാൽ ബാക്കി എന്തുണ്ടടാ? CH2 എന്നല്ലടാ ഉള്ളത്. ഈ CH2ൽ നിന്ന് OH പോയാൽ ബാക്കി CH2 എന്നല്ലടാ ഉള്ളത്. വിഷമമുള്ള രണ്ടാളുകൾ വന്നു. നോക്കി നിൽക്കൂല, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആകും. വെരി സിമ്പിൾ. ബീറ്റ എലിമിനേഷൻ എവിടെയുണ്ടോ അവിടെയുണ്ട് സെയ്റ്റ്സ് ഓഫ് റൂൾ. ആരാ സെയ്റ്റ്സ് ഓഫ് റൂൾ? ഇഫ് there are 2 types of beta carbons are possible, elimination of hydrogen takes place from the beta carbon having lesser number of hydrogen atom എന്ന് നേരത്തെ ഞാൻ നിന്നോട് സംസാരിച്ചിട്ടുണ്ട്. ശരിയല്ലേടാ? അതിനൊരു എക്സാമ്പിൾ പിടിച്ചോ. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് OH സിംഗിൾ ബോണ്ട് CH3. ആരോ മാർക്കിന് മുകളിൽ വന്നല്ലോ വനമാല. H2SO4 443 കെൽവിനും. പണി അറിയാം നമുക്ക്. എന്താ? ഡീഹൈഡ്രേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 2 ടൈപ്പ് പ്രൊഡക്റ്റ് ഉണ്ടാകും. ആരാ 2 ടൈപ്പ് പ്രൊഡക്റ്റ്? OH അറ്റാച്ച് ചെയ്ത കാർബൺ ആണ് ആൽഫ, തൊട്ടടുത്ത പൊസിഷനിലാണ് ബീറ്റ, ഇവിടെയും ബീറ്റ. 2 ബീറ്റയും 2 ഡിഫറെന്റ് ടൈപ്പ് ബീറ്റയാണ്. ഇത് CH3, ഇത് CH2. അതുകൊണ്ട് ഈവൻ β1 ഈവൻ β2. അപ്പൊ β1ൽ നിന്ന് ഹൈഡ്രജൻ പോയാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഒന്ന് പറഞ്ഞേടാ. ഈ CH3 ചിത്രത്തിലേ ഇല്ല, CH3 ആയിട്ട് തന്നെ കിടക്കും. ഇവിടെ നിന്ന് ഹൈഡ്രജൻ പോയാൽ CH2 CH ആകും, ഇവർക്കിടയിൽ ഡബിൾ ബോണ്ട് ആകും. CHൽ നിന്ന് OH പോകും. ഈ CH3 ഇപ്പൊ കഥയൊന്നും അറിഞ്ഞിട്ടില്ല. β1ൽ നിന്നാണ് ഹൈഡ്രജൻ പോയത്, 2 ബ്യൂട്ടീൻ കിട്ടും. എന്നാൽ β2ൽ നിന്ന് ഹൈഡ്രജൻ പോയാൽ ഈ CH3 അപ്പോഴും കഥയൊന്നും അറിയുന്നില്ല. ഇതിൽ നിന്ന് ഹൈഡ്രജൻ പോകുന്നില്ല. ഇവിടെ CHൽ നിന്ന് OH പോകുന്നുണ്ട്. ഡബിൾ ബോണ്ട് CH3ൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയാൽ CH2. അപ്പോഴല്ലടാ β2ൽ നിന്ന് എലിമിനേഷൻ. β2ൽ നിന്ന് എലിമിനേഷൻ നടക്കുമ്പോൾ β1ൽ നിന്ന് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ CH2 എന്ന് ഞാൻ എഴുതിയത്. പഠിച്ചല്ലോ? ഇവർക്കിടയിൽ ഡബിൾ ബോണ്ട്. ഇത് 1 ബ്യൂട്ടീൻ, ഇത് 2 ബ്യൂട്ടീൻ.
സെയ്ത്സഫിനോട് അഭിപ്രായം ചോദിച്ചു. സെയ്ത്സഫ് പറഞ്ഞു, ബീറ്റാ കാർബൺ ഹാവിംഗ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എവിടെയാണോ അവിടെ നിന്ന് വീണ്ടും ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യും. ഇവനല്ലടാ ബീറ്റാ കാർബൺ ഹാവിംഗ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം, ബീറ്റ 1ൽ നിന്ന് വീണ്ടും ഹൈഡ്രജൻ പോകും. ആൻഡ് ദിസ് ഈസ് ദി മേജർ പ്രൊഡക്റ്റ്. 2 butene is major product and 1 butene is minor product. കളി മനസ്സിലായോ? നേരത്തെ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ വൃത്തിയായിട്ട് പഠിച്ച മനസ്സിനോട് ഇതൊന്നും ഇനി കൂടുതൽ എനിക്ക് സംസാരിക്കേണ്ടി വരില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇതാ വരുന്നു ആര്? ആൽക്കൈൻ. ആൽക്കൈൻ ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടഡ് കാർബണുകളാണ്. 2 കാർബണുകൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് അല്ലടാ ആൽക്കൈൻ. 2 രൂപത്തിൽ ഉണ്ടാക്കാം. ഒന്ന് ഫ്രം കാൽസ്യം കാർബൈഡ്, 2 ഫ്രം വിസിനൽ ഡൈഹാലൈഡ്. എങ്ങനെ ഉണ്ടാക്കാം ഞാൻ പറഞ്ഞുതരാം. ലിസ്റ്റ് ചെയ്യേണ്ട പണി ആദ്യം ഒന്ന് തീർക്ക്. ഫ്രം കാൽസ്യം കാർബൈഡ്. കാൽസ്യം കാർബൈഡിൽ നിന്ന് എങ്ങനെ ആൽക്കൈൻ ഉണ്ടാക്കാം? ഞാനൊരു കഥ പറയുന്നുണ്ട്, എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് കഥ കേട്ടോളണേ. ആദ്യം കാൽസ്യം കാർബൈഡ് ആരാണെന്ന് അറിയണം. കാൽസ്യം കാർബൈഡ് ആരാണെന്ന് അറിയണമെങ്കിൽ ഈ പേന എനിക്കൊന്ന് കിട്ടണം. പേന കിട്ടാൻ സമയമില്ല, കിട്ടി. കാൽസ്യം കാർബൈഡ് നോയിക്കോട്ടടാ. കാൽസ്യം കാർബൈഡ്. കാൽസ്യം കാർബൈഡിന്റെ കെമിക്കൽ ഫോർമുല CaC2. മരിക്കാലും മറക്കരുതേ, മറക്കരുതേ. കാൽസ്യം കാർബൈഡ് ഫോർമുല പറ. CaC2. പഠിച്ചേടാ, CaC2. ഈ CaC2വിന്റെ ചിത്രം അറിയാത്തവര് ഇനി അതറിയാത്തതിന്റെ പേരിൽ വിഷമിച്ച് നിൽക്കണ്ട. കാൽഷ്യം കാർബൺ കാർബൺ, ഇതാണ് CaC2. നിങ്ങൾ ആ കാർബണിന്റെ മുഖത്തേക്ക് നോക്കിക്കേ. അയാൾക്ക് സന്തോഷ വിഷമ? 3 വിഷമം. കാര്യം നോർമൽ വാലൻസി 4 അല്ലേ, അതിലിപ്പോൾ 1 അല്ലേ വന്നിട്ടുള്ളൂ. ഇയാൾക്ക് 3 എണ്ണത്തിന്റെ കുറവില്ലേ? അപ്പൊ ഇവർക്കിടയിൽ എന്ത് ബോണ്ട് ഉണ്ടായാൽ മതി? ട്രിപ്പിൾ ബോണ്ട് ഉണ്ടായാൽ മതി. ആലോചിച്ചാൽ മനസ്സിലാവില്ലേ? ഇവനാണ് CaC2 കാൽഷ്യം കാർബൈഡ്. ഒരിക്കലും മറക്കരുത്. ഏത് കാലത്തും നമ്മളെ നാട്ടിൽ മാങ്ങ കിട്ടും. ആന്ധ്രാപ്രദേശിൽ നിന്ന് മാങ്ങ കേരളത്തിലേക്ക് വരും. പച്ച മാങ്ങ ലോറിയിൽ കയറ്റിയിട്ട് നാട്ടിലെത്തുമ്പോഴേക്കും അത് പഴുത്ത മാങ്ങയായിട്ട് മാറുന്ന ഒരു മാജിക്, ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. ആന്ധ്രാപ്രദേശിൽ നിന്ന് വണ്ടിക്ക് കയറ്റുമ്പോൾ ഇത് പച്ചമാങ്ങയായിരുന്നു, നാട്ടിലെത്തിയപ്പോൾ പഴുത്ത മാങ്ങയായി. എടാ, പഴം പഴുപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഗ്യാസ് ഏതാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അസറ്റിലീൻ. CH ട്രിപ്പിൾ ബോണ്ട് CHന് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അസറ്റിലീൻ അങ്ങനെ ഒരു പണിയുണ്ട്. ഇയാളുടെ പേരാണ് അസറ്റിലീൻ. ഇതൊരു ആൽക്കൈൻ ആണല്ലോ, ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ടാ. എന്താ സംഭവിക്കണേന്ന് അറിയോ? ലോറിക്കുള്ളിൽ നടന്നതെന്ത്? ഹലോ, ലോറിക്കുള്ളിൽ നടന്നതെന്ത്? തംബ്നെയിലിൽ ഇത് കൊടുക്കണം. ലോറിക്കുള്ളിൽ നടന്നത് എന്ത്? ഇങ്ങനെയൊക്കെയാണല്ലോ പുതിയ തംബ്നെയിൽ. കേട്ടോട്ടാ. എടാ, കുറച്ച് പച്ചമാങ്ങ ഇങ്ങനെ വെക്കും, കുറച്ച് കാൽഷ്യം കാർബൈഡ് ഇങ്ങനെയാണ് വെതറും, എന്നിട്ട് കുറച്ച് പച്ചവെള്ളം ഇങ്ങനെ കുടയും, കുറച്ച് വൈക്കോൽ ഇങ്ങനെയാണ് വെക്കും. എന്നിട്ട് അടുത്ത ലെയർ പച്ചമാങ്ങ കാൽഷ്യം കാർബൈഡ് പച്ചവെള്ളം വൈക്കോല്, അടുത്ത ലെയർ പച്ചമാങ്ങ കാൽഷ്യം കാർബൈഡ് പച്ചവെള്ളം വൈക്കോല്, ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നല്ലൊരു ടാർപ്പായ കൊണ്ട് മൂടിയിട്ട് 3 ദിവസം യാത്ര ചെയ്ത് കേരളത്തിൽ കോഴിക്കോട് മാർക്കറ്റിൽ എത്തുമ്പോൾ പച്ചമാങ്ങ അത്ഭുതം എന്ന് പറയട്ടെ പഴുത്തിട്ടുണ്ടാവും. എന്താ അവിടെ സംഭവിച്ചത്? കാൽഷ്യം കാർബൈഡും വാട്ടറും തമ്മിൽ ആ റിയാക്ഷൻ. അപ്പോൾ ഈ ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഗ്യാസാണ് പഴം പഴുക്കുന്നതിന് സഹായകരമായത്. അപ്പോൾ എന്താ റിയാക്ഷൻ നോക്കിക്കോട്ടോ. കാൽഷ്യം കാർബൈഡ് എന്ന് പറഞ്ഞാൽ CaC2 എന്നാണല്ലോ, വെള്ളം പച്ചവെള്ളം ഒഴിച്ചല്ലോ. അപ്പോൾ എന്താ പ്രൊഡക്റ്റ് ഉണ്ടായത് എന്നാണ് ഞാൻ പറഞ്ഞേ. എന്താന്ന് നോക്കിക്കോട്ടോ. CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് CaOH ട്വൈസ്. CaOH ട്വൈസ്. 2 മോളിക്യൂൾ വാട്ടർ ഉപയോഗിക്കണം, എന്നാലേ റിയാക്ഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പൊ കാൽഷ്യം കാർബൈഡിലേക്ക് വെള്ളം ഒഴിച്ചാൽ അസറ്റിലീൻ CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ്. സാറേ ഇത് കാണാൻ പഠിക്കണോ? വേണ്ട. എളുപ്പവഴിയുണ്ടോ? ഉണ്ട്. എങ്ങനെ? എളുപ്പവഴിയൊന്നുമല്ല, അറിഞ്ഞങ്ങോട്ട് പഠിച്ചാൽ മതി. ഇതല്ലടാ കാൽഷ്യം കാർബൈഡ്. ഈ കാൽഷ്യം കാർബൈഡിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കണില്ലേ? എത്ര വെള്ളം വേണം? 2 വെള്ളം വേണം ഒരു കാൽഷ്യം കാർബൈഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ. ഞാൻ ഇത് എഴുതുന്നത് വെള്ളമാണെന്ന് മനസ്സിലാക്കി വെക്കണേ. ഇതന്നെയല്ലേ വെള്ളം, Hഉം OHഉം. ശരിയല്ലേടാ? ഇവിടെ അടുത്ത മോളിക്യൂൾ വെള്ളം ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്, Hഉം OHഉം. ഈ ബോണ്ട് ഇങ്ങനെ അങ്ങോട്ട് പൊട്ടും, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പൊളിയും. അപ്പൊ ആ അറ്റത്ത് ആരൊക്കെയുള്ളത് നോക്കിയേ. CH ട്രിപ്പിൾ ബോണ്ട് CH, അതല്ലേ ഒന്നാമത്തെ പ്രൊഡക്റ്റ്. ഈ സൈഡിൽ ആരൊക്കെയുള്ളത് നോക്കിയേ. ഒരു കാൽഷ്യവും 2 OHഉം, അതല്ലേ രണ്ടാമത്തെ പ്രൊഡക്റ്റ് CaOH ട്വൈസ്. അറിഞ്ഞങ്ങോട്ട് പഠിച്ചാൽ ഈ റിയാക്ഷൻ ഒന്നും കാണാതെ പഠിക്കാനില്ല. ഉണ്ടാകുന്ന ആളുടെ പ്രത്യേകത അസറ്റിലീൻ എന്നാണ് ഇവന്റെ പേര്. ഓർക്കണേ, അസറ്റിലീൻ എന്നാണ്. ഇയാളൊരു ആൽക്കൈൻ ആണല്ലോ. നമ്മുടെ ചർച്ച ആൽക്കൈനിനെ കാൽഷ്യം കാർബൈഡിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണല്ലോ. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചേക്കിട്ടാ.
ലോറിയിൽ നടന്ന റിയാക്ഷനാണ് കാൽഷ്യം കാർബൈഡുമായിട്ടുള്ള റിയാക്ഷൻ. ഫ്രം വിസ് ഡൈഹാലൈഡ്. ആരാണ് വിസിനൽ ഡൈഹാലൈഡ് എന്ന് നേരത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. 2 ഹാലജനുകൾ അടുത്തടുത്ത കാർബണിൽ അറ്റാച്ച് ചെയ്താൽ അവനെ വിളിക്കുന്ന പേരാണ് വിസിനൽ ഡൈഹാലൈഡ്. റിയേജന്റിനെ നേരത്തെ നിങ്ങൾ പരിചയപ്പെട്ടതാണ്. വിസിനൽ ഡൈഹാലൈഡിലേക്ക് നേരത്തെ നമ്മൾ ഇട്ട റിയേജന്റ് സിങ്ക് ആണ്. സിങ്ക് ഇട്ടാൽ ആൽക്കീൻ ആണ് ഉണ്ടാവുക. നമുക്കിവിടെ ആൽക്കൈൻ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കണമെങ്കിൽ നേരത്തെ പരിചയപ്പെട്ട ഒരാളെ തന്നെ ഇട്ടാൽ മതി. അതാരാ അറിയോ? ആൽക്കഹോളിക് OH. ആൽക്കഹോളിക് OHനെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ആൽക്കീൻ ഉണ്ടാക്കുന്നിടത്ത് ആൽക്കഹോളിക് OHനെ നമ്മൾ പഠിപ്പിച്ചായിരുന്നല്ലോ. അയാളുടെ പണി എന്തായിരുന്നു? ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. ഹൈഡ്രജനും ഹാലജനൊക്കെ പോട്ടെ, പൊന്നുമോനെ ഇവിടെ എത്ര ഹാലജൻ ഉണ്ട്? 2 ഹാലജൻ ഇല്ലേ? ആ 2 ഹാലജൻ ഉള്ള സ്ഥിതിക്ക് 2 മോളിക്യൂൾ HCl ഇവിടുന്ന് ഔട്ടാകും. ക്ലോറിൻ എവിടുന്നാ പോവാ? ആൽഫ കാർബണിൽ നിന്ന് ഇവിടുന്ന് ക്ലോറിൻ പോകും. ആ ക്ലോറിന്റെ കൂടെയുള്ള ഹൈഡ്രജൻ എവിടെ നിന്ന് പോകും? ആൽഫ കാർബണിന്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോകും. എന്ന പോലെ ഈ ക്ലോറിനും പോകും, അതിന്റെ കൂടെ ഇപ്പുറത്തെ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോകും. അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൽഫയും ബീറ്റയൊക്കെ തന്നെയാണല്ലോ. ഈ ക്ലോറിനെ പരിഗണിച്ചാൽ അയാളുടെ ബീറ്റ ഇവിടെയാ, അവിടെ നിന്ന് ഹൈഡ്രജൻ പോകും. ഈ ക്ലോറിനെ പരിഗണിച്ചാൽ അയാളുടെ ബീറ്റ ഇവിടെയാ, അവിടെ നിന്ന് ഹൈഡ്രജൻ പോകും. എഫക്റ്റീവ്ലി ഓരോ കാർബണിൽ നിന്ന് ഓരോ ക്ലോറിനും പോകുന്നുണ്ട്, ഹൈഡ്രജനും പോകുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് ക്ലോറിനും പോയി, ഒരു ഹൈഡ്രജനും പോയി, ബാക്കി എന്തുണ്ടാകും? CH എന്ന് ബാക്കി ഉണ്ടാകും. ശരിയല്ലടാ? സിംഗിൾ ബോണ്ട്. CH2-ൽ നിന്ന് ഒരു H പോയാൽ CH, ഈ ക്ലോറിൻ പോയി. അപ്പൊ CH സിംഗിൾ ബോണ്ട് CH. മുഖത്തേക്കൊന്ന് നോക്കിക്കേ. സന്തോഷമാണോ വിഷമാണോ എന്നൊക്കെ ശരിക്കും ശ്രദ്ധിച്ചു നോക്ക്. കണ്ടാലറിയാം അവർക്കിടയിൽ നല്ല വിഷമുണ്ട്. എത്ര വിഷമുണ്ട്? 2 വിഷമുണ്ട്. ശരിയല്ലടാ? കാർബണിന്റെ നോർമൽ വാലൻസി 4. അതിൽ 2 അല്ലേ ബാക്കി വന്നിട്ടുള്ളൂ, ബാക്കി 2 വന്നിട്ടില്ല. ബാക്കി 2 എണ്ണത്തിന്റെ കുറവുണ്ട്. അതുകൊണ്ട് ഇവർക്കിടയിലുള്ള സിംഗിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടായിട്ട് മാറും. മോനെ പറ, ട്രിപ്പിൾ ബോണ്ടായിട്ട് മാറും. ട്രിപ്പിൾ ബോണ്ടായിട്ട് മാറിയാൽ നമ്മൾ അതിനെ അസറ്റിലീൻ എന്ന് നേരത്തെ പേര് വിളിച്ചല്ലോ. അസറ്റിലീൻ ഈസ് ആൻ ആൽക്കൈൻ. ആൽക്കൈൻ ട്രിപ്പിൾ ബോണ്ടുള്ള ആളാണ്. അപ്പൊ ട്രിപ്പിൾ ബോണ്ടുള്ള ആള് ഫ്രം വിസിനൽ ഡൈഹാലൈഡ് ഉണ്ടാക്കാൻ റിയേജന്റ് മറക്കരുതേ, ആൽക്കഹോളിക് OH ഉപയോഗിച്ചാൽ മതി. പഠിച്ചില്ലടാ? ഇതാ നമ്മൾ ഈ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആൽക്കൈനിനെ ഉണ്ടാക്കി, ആൽക്കീനിനെയും ആൽക്കൈനിനെയും ഉണ്ടാക്കി, ഇതാ നമ്മളിപ്പോ ബെൻസീനിനെ ഉണ്ടാക്കാൻ പോവുക. വെരി സിമ്പിൾ. വീഡിയോ പോസ് ചെയ്യുക, 3 പെട്ടെന്ന് എഴുതിയെടുക്കുക. സൈക്ലിക് പോളിമറൈസേഷൻ ഓഫ് ഇഥൈൻ, അടുത്തത് ഡീകാർബോക്സിലേഷൻ ഓഫ് ബെൻസോയിക് ആസിഡ്, അടുത്തത് റിഡക്ഷൻ ഓഫ് ഫിനോൾ. വെരി സിമ്പിൾ, ചെറിയ ചെറിയ റിയാക്ഷൻസ് ആണ്. അതിലൊന്നാമനാണ് സൈക്ലിക് പോളിമറൈസേഷൻ ഓഫ് ഇഥൈൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ഇഥൈൻ എന്ന് പറഞ്ഞാൽ ആരടാ? ഇഥൈൻ എന്ന് പറഞ്ഞാൽ എത്ത് എന്ന് പറഞ്ഞാൽ 2 കാർബൺ അല്ലേ, അവർക്കിടയിൽ ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പൊ ഇഥൈൻ എന്ന് പറഞ്ഞാൽ ഇയാളാണ്. CH ട്രിപ്പിൾ ബോണ്ട് CH. ഇയാളെയാണ് നേരത്തെ നമ്മൾ അസറ്റിലീൻ എന്നും പേര് വിളിച്ചത്. ഒക്കെ ഒരാൾ തന്നെ. ഇഥൈൻ എന്ന് പറഞ്ഞാലും അസറ്റിലീൻ എന്ന് പറഞ്ഞാലും ഒരാളാണ്. 2 മോളിക്യൂൾ അസറ്റിലീൻ വേണം. ആരോ മാർക്കിന് മുകളിൽ ഈ വാക്ക് നിങ്ങൾ കേൾക്കും. ആരോ മാർക്കിന് മുകളിൽ കേൾക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: സൈക്ലിക് പോളിമറൈസേഷൻ. ആരുടെ പറ? സൈക്ലിക് പോളിമറൈസേഷൻ. അത് വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ കേട്ടോട്ടാ. പ്രൊഡക്റ്റ് നോക്കണേ. ബെൻസീൻ. ബെൻസീൻ C6H6. C6H6നെ വിളിക്കുന്ന പേരാണല്ലോടാ ബെൻസീൻ. ഇതേ റിയാക്ഷൻ സാറേ ഇതിപ്പോ എങ്ങനെയാണ് എഴുതി വിട്ടാ? അപ്പൊ ആർക്കാണ് ഇപ്പൊ അതൊക്കെ പഠിപ്പിക്കാൻ പറ്റാത്തത്? വെറുതെ എങ്ങനെയാണ് പറഞ്ഞു പോയാൽ പോരെ? അല്ല, ഞാൻ ഇത് ചിത്രം വരച്ച് കൃത്യമായിട്ട് കാണിച്ചു തരാം. 2 മോളല്ലോ മോനെ, മാറിപ്പോയതാണ്. 3 മോളാണ് പറഞ്ഞത്, മാറിപ്പോയി, സോറി. 3 മോൾ അസറ്റിലീൻ ഉപയോഗിക്കണം. അപ്പോഴല്ലേടാ റിയാക്ഷൻ ബാലൻസ്ഡ് ആവുള്ളൂ. ഇവിടെ C2H2 എന്നാണ് അസറ്റിലീൻ്റെ ഫോർമുല. C2H2. അപ്പൊ അതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ C6H6. പ്രൊഡക്റ്റ് ഓക്കെയാണ്. ഇതാ കണ്ടോ മോനെ, ഇതിന്റെ ചിത്രം ശ്രദ്ധിച്ചോളണേ. ചിത്രം വെച്ച് ഞാൻ ഇത് വരച്ച് കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിക്കണേ. 3 മോൾ അസറ്റിലീൻ ഞാൻ വരക്കാൻ പോവാണ്. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണേ. 3 മോൾ അസറ്റിലീൻ. ഇതാ 1 മോൾ അസറ്റിലീൻ, അടുത്ത മോൾ അസറ്റിലീൻ, ശരിയല്ലേ? 3ാമത്തെ മോൾ അസറ്റിലീൻ. 3 മോൾ അസറ്റിലീൻ ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ആരോ മാർക്കിന് മുകളിൽ കണ്ടു. ആര്? സൈക്ലിക് പോളിമറൈസേഷൻ. ആരടാ? സൈക്ലിക് പോളിമറൈസേഷൻ. സൈക്ലിക് പോളിമറൈസേഷൻ എന്ന് കണ്ടു. എന്താ സംഭവിക്കുക എന്നറിയോ? എല്ലാ ട്രിപ്പിൾ ബോണ്ടും ഡബിൾ ബോണ്ടാകും. എന്താടാ? എല്ലാ ട്രിപ്പിൾ ബോണ്ടും ഡബിൾ ബോണ്ടാകും. ഈ ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ടായാൽ CH ഡബിൾ ബോണ്ട് CH. ശരിയല്ലടാ? ഇവിടെ CH ഡബിൾ ബോണ്ട് CH. ശരിയല്ലേ? ഇവിടെ ഒരു CH ഡബിൾ ബോണ്ട് CH. എല്ലാ ട്രിപ്പിൾ ബോണ്ടും ഡബിൾ ബോണ്ടായി എങ്ങനെയല്ലേ സംഭവിക്കുക? നിങ്ങളൊന്ന് പറഞ്ഞേ. ഈ കാർബണിന്റെ വാലൻസി കംപ്ലീറ്റഡ് ആണോ? അല്ല. ഈ കാർബണിന്റെ വാലൻസിയോ? എല്ലാ കാർബണിന്റെയും ഓരോ വാലൻസി ഇപ്പൊ മുറിഞ്ഞില്ലേ? ട്രിപ്പിൾ ബോണ്ട് അങ്ങോട്ട് ഡബിൾ ബോണ്ട് ആയപ്പോൾ ആ വാലൻസിയിലുള്ള കുറവ് പരിഹരിക്കാൻ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ
ഈ കാർബണുകൾക്കിടയിൽ പുതിയ ഓരോ ബോണ്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. പഠിച്ചോ? കാർബണുകൾക്കിടയിൽ ഓരോ പുതിയ ബോണ്ട് ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ കിട്ടുന്ന ആളുടെ പേരാണ് ബെൻസീൻ. പഠിച്ചോ? ഇവന്റെ പേരാണടാ ബെൻസീൻ. ഒരു സൈക്ലോഹെക്സൈൻ റിങ് വരച്ചിട്ട് അതിലിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് സിംഗിൾ ഡബിൾ ബോണ്ടുകൾ കൊടുത്താൽ ബെൻസീൻ കിട്ടൂലേ? അതേ ബെൻസീനാണ് ഈ കാണുന്നത്. സിമ്പിൾ അല്ലേ? അപ്പൊ റിയാക്ഷൻ പഠിച്ചു. ആരാ? അസെറ്റിലീനിന്റെ അഥവാ ഇഥൈനിന്റെ സൈക്ലിക് പോളിമറൈസേഷൻ. മറക്കല്ലേ, പഠിക്ക്. ആരാ? ഇഥൈനിന്റെ സൈക്ലിക് പോളിമറൈസേഷൻ. 2 ഡീകാർബോക്സിലേഷൻ ഓഫ് ബെൻസോയിക് ആസിഡ്. ആരടാ? ഡീകാർബോക്സിലേഷൻ ഓഫ് ബെൻസോയിക് ആസിഡ്. സിമ്പിൾ റിയാക്ഷൻ, 10 വരെ എണ്ണിക്കോ, അതിനുള്ളിൽ തീരും. ബെൻസോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗിൽ COOH എന്നാണ്. ഡീകാർബോക്സിലേഷന്റെ റിയേജന്റ് നേരത്തെ ഞാൻ പഠിപ്പിച്ചു തന്നതാണ്. NaOH കാൽഷ്യം ഓക്സൈഡ്. NaOH കാൽഷ്യം ഓക്സൈഡ് വന്നാൽ ഏതാ റിയാക്ഷൻ? സോഡാലൈം ആണ് അതിന്റെ പേര്. ഡീകാർബോക്സിലേഷൻ ആ റിയാക്ഷൻ. ഇവിടുത്തെ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നതാ. അപ്പൊ ബാക്കി എന്തുണ്ടാകും? ബെൻസീൻ റിംഗ് മാത്രം ഉണ്ടാകും. അതിന്റെ മുകളിൽ ഒരു H ഉണ്ടാകും. ആ Hനെ ഞങ്ങൾ എഴുതുന്നില്ല, റിയാക്ഷൻ കഴിഞ്ഞു. എന്താ സാറേ Hനെ എഴുതാത്ത? അങ്ങനെയൊക്കെ ഓരോ കുറുമ്പല്ലടാ. ഇവിടെ ഉണ്ടല്ലോ H, ഇവിടെയും ഇവിടെയൊക്കെ H ഉണ്ടല്ലോ. ആ Hനെ ഒന്നും നമ്മൾ കാണിക്കാറില്ലല്ലോ ബോണ്ട് ലൈൻ ഫോർമുലയിൽ. അപ്പൊ പിന്നെ ഇവിടെ H മാത്രമാകുമ്പോൾ അതിനെയും കാണിക്കേണ്ടതില്ല. ചിന്തിക്കണമെന്നിടത്ത് തെറ്റ് പറ്റരുതേ. COOH മൊത്തത്തിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോയതാണ് എന്ന് തെറ്റിക്കരുതേ. അങ്ങനെയല്ല, COO മാത്രമാ പോയത്, H അവിടെ ഉണ്ട്. പക്ഷെ ആ Hനെ നമ്മൾ വരക്കുമ്പോൾ കാണിക്കാറില്ല. ഇവിടെയൊക്കെ H ഉണ്ടല്ലോ, Hനെ നമ്മൾ കാണിക്കാറില്ല. H മാത്രമായിട്ട് വരുമ്പോൾ അതിനെ വരക്കാറില്ല. അതുകൊണ്ട് ബെൻസീൻ കിട്ടും. പഠിച്ചല്ലോ? വളരെ അതിപ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ ആണെടാ ഫീനോളിന്റെ റിഡക്ഷൻ. എടാ 10 വരെ എണ്ണിക്കോ, ഉള്ളിൽ റിയാക്ഷൻ തീരും. ഫീനോൾ ആരാണെന്ന് അറിയണം. ബെൻസീൻ റിംഗിൽ OH. റിയേജന്റ് പഠിച്ചോ? സിങ്ക് നാറിയില്ലേ, അവൻ വന്നിട്ട് ഈ ഓക്സിജനെ ചാമ്പും. എന്നിട്ട് ZnO ആയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. റിയാക്ഷൻ കഴിഞ്ഞു. സിങ്ക് വരുന്നു, ഓക്സിജൻ ഏറ്റെടുക്കുന്നു, പോകുന്നു, പരിപാടി കഴിഞ്ഞു. സിങ്ക് വന്നു, ഓക്സിജൻ ഏറ്റെടുത്തു, പോയി. ബാക്കി എന്തുണ്ട്? ബെൻസീൻ റിംഗിൽ ഒരു H മാത്രം ബാക്കിയുണ്ട്. ബെൻസീൻ റിംഗിൽ H മാത്രം ബാക്കിയുണ്ടെങ്കിൽ അത് ബെൻസീൻ തന്നെയാണല്ലോ. ആ Hനെ മാത്രം ഇനിയിപ്പോൾ നമ്മൾ വരച്ച് കാണിക്കണമെന്നില്ല. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ്. ഫീനോളിലേക്ക് സിങ്ക് ഇട്ടാൽ ഇത് ആൽക്കഹോൾ ഫീനോൾ ഈതർ എന്ന നമ്മുടെ ഏത് ചാപ്റ്റർ? +2 ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിൽ പോലും ഈ റിയാക്ഷൻ പറയും. അപ്പോഴും മറക്കരുത്, വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. ഫീനോളിലേക്ക് സിങ്ക് ഇട്ടാൽ എന്നൊരു 10 വട്ടം പറ. 10 വട്ടം പറയാൻ അങ്ങോട്ട് നേർച്ചയാക്ക്. എന്നിട്ട് ഇരുന്നങ്ങോട്ട് പറ. ഫീനോളിലേക്ക് സിങ്ക് ഇട്ടാൽ ബെൻസീൻ കിട്ടും, ഫീനോളിലേക്ക് സിങ്ക് ഇട്ടാൽ ബെൻസീൻ കിട്ടും, ഫീനോളിലേക്ക് സിങ്ക് ഇട്ടാൽ ബെൻസീൻ കിട്ടും. 10 വട്ടമായിട്ട് നീ ഇത് കണ്ടിന്യൂ ചെയ്യും. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഈ വീഡിയോയിൽ നമ്മൾ അവസാനമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, ബെൻസീൻ ഓരോന്നിൻ്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടി സെപ്പറേറ്റ് ആയിട്ട് NCERT വാരി വലിച്ച് വെതറിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഞാൻ ഈ പറയുന്നത് പഠിച്ചാൽ പബ്ലിക് എക്സാമിന് മാർക്ക് ഗ്യാരണ്ടി. ഇതാ കേട്ടോടാ, ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ആദ്യം പഠിക്കാനുള്ളത് ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. എടാ ഫിസിക്കൽ സ്റ്റേറ്റ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ള അവസ്ഥ ഉണ്ടല്ലോ, അതിലേതാണ് ഹൈഡ്രോ കാർബണുകൾക്കുള്ളത്? കാർബണിൻ്റെ എണ്ണം 1 മുതൽ കാർബണിൻ്റെ എണ്ണം 4 വരെയുള്ള ആളുകൾ, അഥവാ മീഥെയിൻ, ഈഥെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, ഇതാണല്ലോ ആദ്യത്തെ 4 ആളുകൾ. അവരെല്ലാവരും ഗ്യാസാണ്. കാർബണിൻ്റെ എണ്ണം 1 മുതൽ കാർബണിൻ്റെ എണ്ണം 4 വരെ ഗ്യാസാണ്. കാർബണിൻ്റെ എണ്ണം 5 മുതൽ 17 വരെ ലിക്വിഡാണ്. ഓർക്കണേ, 5 മുതൽ 17 വരെ ലിക്വിഡാണ്. 18 ആൻഡ് മോർ എല്ലാവരും സോളിഡാണ്. ഇതാണ് ഫിസിക്കൽ സ്റ്റേറ്റിൽ പറയാനുള്ളൂ. സിമ്പിളാണ്. C1 to C4 കാർബണിൻ്റെ എണ്ണം ഇങ്ങനെ എണ്ണി നോക്കുക. 1, 2, 3, 4 ഒക്കെ ആണെങ്കിൽ ഗ്യാസാ. 5 മുതൽ 17 വരെ കാർബണുള്ള ഹൈഡ്രോ കാർബണുകൾ ലിക്വിഡാണ്. 18നേക്കാൾ കൂടുതൽ കാർബണുള്ള ഹൈഡ്രോ കാർബണുകൾ സോളിഡാണ്. ബോയിലിംഗ് പോയിന്റ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഞാൻ പറയുന്ന 5 മിനിറ്റിലെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് +1ലും +2ലും മരിക്കോളം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ബോയിലിംഗ് പോയിന്റിൽ ആദ്യം എനിക്ക് പറയാനുള്ളത്, ബോയിലിംഗ് പോയിന്റ് 2 പോയിന്റായി എനിക്ക് പറയാനുള്ളത്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് കാർബൺ ആറ്റം. ബോയിലിംഗ് പോയിന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് കാർബൺ ആറ്റം. ബോണ്ട് ലൈൻ ഫോർമുല പ്രകാരം ഇത് പെൻറ്റെയിൻ ആണെന്നും ഇത് ഹെക്സൈൻ ആണെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഏതിനാണടാ അപ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ ഉണ്ടാവുക? എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് വരയ്ക്കാനുള്ള സാധനമാണ് എക്സാമ്പിൾ. ഇവിടെ 5 കാർബൺ അല്ലേടാ, ഇവിടെ 6 കാർബൺ. കാർബണിൻ്റെ എണ്ണം കൂടിയാൽ ഒന്നും നോക്കണ്ട, ബോയിലിംഗ് പോയിന്റ് കൂടും. ഹെക്സൈനിനാണ് പെൻറ്റെയിനിനേക്കാൾ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് താഴെ തരുന്നിരിക്കുന്ന കോമ്പൗണ്ടുകളെ ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നെങ്ങാനും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ആദ്യം ചെയ്യേണ്ട പണി കാർബൺ ആറ്റത്തിനെ എണ്ണി നോക്കലാണ്. എവിടെയാണോ മോർ നമ്പർ ഓഫ് കാർബൺ അവിടെ ബ്രാഞ്ച് നോക്കണ്ട, ചില്ല നോക്കണ്ട,
ഒന്നും നോക്കണ്ട, ആദ്യം കാർബണിന്റെ എണ്ണം മാത്രം നോക്ക്. കാർബണിന്റെ എണ്ണം എവിടെയാണോ കൂടുതൽ അവിടെ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. മനസ്സിലങ്ങട്ട് ആണി അടിച്ചുറപ്പിച്ച് വെക്കേ. കാർബണിന്റെ എണ്ണം സെയിം ആണെങ്കിൽ മാത്രമാണ് ഞാൻ ഇനി പറയേണ്ടത്, ശ്രദ്ധിക്കേണ്ടതുള്ളൂ. കാർബണിന്റെ എണ്ണം സെയിം അല്ലെങ്കിൽ ഒന്നും നോക്കാനില്ല. കാർബണിന്റെ എണ്ണം എവിടെയാണോ കൂടുതൽ അവിടെയാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. ഇഫ് ദി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആർ സെയിം, നോയിക്കോട്ടാ, 1 2 3 4 5 5 കാർബൺ ഉണ്ടല്ലോ ഇവിടെ, ശരിയല്ലേ? 1 2 3 4 5 ഇവിടെ 5 കാർബൺ തന്നെയാണ്. ഇവിടെ നോക്കിക്കേ, 1 2 3 4 5 ഇവിടെ ഉണ്ട് ടോട്ടൽ 5 കാർബൺ. എന്താ വ്യത്യാസം? അപ്പൊ 3 കോമ്പൗണ്ട് വന്നു, 3ലും കാർബൺ ആറ്റങ്ങളുടെ എണ്ണം സെയിം ആണ്. അപ്പോഴാണ് രണ്ടാമത്തെ പോയിന്റ് എപ്പോഴാണ്? ഈ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് സെയിം ആണെങ്കിൽ മാത്രം ബോയിലിംഗ് പോയിന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ബ്രാഞ്ച്. ബോയിലിംഗ് പോയിന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ബ്രാഞ്ച്. മറക്കരുതേ, കാർബണിന്റെ എണ്ണം സെയിം ആണെങ്കിൽ മാത്രം. സെയിം അല്ലെങ്കിൽ ഒന്നാമത് പറഞ്ഞ റൂളാ, സെയിം ആണെങ്കിൽ രണ്ടാമത് പറഞ്ഞ റൂളാ. ഏതാ? ബോയിലിംഗ് പോയിന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ എണ്ണം കൂടിയാൽ ബോയിലിംഗ് പോയിന്റ് കുറയും. ബ്രാഞ്ചിന്റെ എണ്ണം കൂടിയാൽ ബോയിലിംഗ് പോയിന്റ് കുറയും. ഇവിടെ 2 ബ്രാഞ്ച് ഇല്ലേടാ, ഇവിടെ 1 ബ്രാഞ്ചല്ലേടാ ഉള്ളൂ, ഇവിടെ ബ്രാഞ്ചേ ഇല്ല. ബ്രാഞ്ചിന്റെ എണ്ണം കൂടിയാൽ ബോയിലിംഗ് പോയിന്റ് കുറയും. ഇയാൾക്ക് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവ്, ഇയാൾക്ക് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ. ബിക്കോസ് ഇറ്റ് ഈസ് നോർമൽ ആൽക്കെയിൻ ചെയിൻ. ഇവിടെ ബോയിലിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്, ഇവിടെ ബ്രാഞ്ച് ഇല്ല. പഠിച്ചതാ. ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിന്റെ 1ാമത്തെ പാർട്ടാണ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനും അതുപോലെ ഫിസിക്കൽ പ്രോപ്പർട്ടീസുമാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വൃത്തിയായിട്ട് ക്ലാസ് കണ്ടു പഠിച്ചോളണേ. അടുത്ത പാർട്ടിൽ വീണ്ടും കാണാം. താങ്ക് യു.